ഫസ്റ്റ് ഓഫ് ഓൾ JRC ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അർജുൻ സാറിന്റെ ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ടീമിന്റെ ഒരു സെക്ഷനിലേക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിച്ചതിലേക്ക് ഒരുപാട് സന്തോഷം. ആഹ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ആകാശ് എന്നാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് പുന്നാട് സ്വദേശിയാണ്. കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈവനിങ് അത് യൂത്ത് ഐക്കൻ പ്ലാറ്റ്ഫോമിന്റെ അകത്തേക്ക് ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പറയുന്നത് ഇതിന്റെ അകത്തേക്ക് ബാക്കിയിരിക്കുന്ന ഏകദേശം 60 ചില്ലറ ആൾക്കാരോളം കണ്ടായിരുന്നു. സോറി, ഇപ്പൊ 117ഓളം ആൾക്കാരുണ്ട്. കാരണം ഞാൻ ലക്കിയാണ്. കാരണം ഈ കോരിത്തൊരിയിൽ നിന്ന് തണുപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നു അവിടെയും. ഇത് മലയോര മേഖലയായതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഈ കോട്ട് ഇട്ടതിനെ കൊണ്ട് വേറെ വിചാരിക്കേണ്ടത് തണുത്തിട്ടാ കേട്ടോ. അപ്പൊ എന്തുവാണ്, ബാക്കിയുള്ള ആൾക്കാരും കൂടി ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാൻ വേണ്ടി പറ്റുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കുക. കാരണം എനിക്ക് മുഖങ്ങളെ കാണാൻ വേണ്ടി പറ്റുമല്ലോ. നാളെ വലിയൊരു ഫിസിക്കൽ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അന്നത്തെ ഒരു ക്ലാസ്സിന്റെ അകത്തേക്ക് വീഡിയോ ഓൺ ആക്കി ഇരുന്ന ആളല്ലേ എന്നുള്ളത് എനിക്ക് ഫേസ് ടു ഫേസ് കണ്ട സമയത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ പറ്റുന്ന ആൾക്കാര് മാക്സിമം ഒന്ന് വീഡിയോയിലേക്ക് ഇരിക്കാൻ വേണ്ടി നോക്കുക. ഡ്രസ് കോഡ് ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം എന്റെ സെക്ഷനാണ്. ഡ്രസ് കോഡ് ഒരു ആവശ്യമില്ല. കാരണം രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇൻസൈഡ് ആക്കിയിട്ട് ഇരിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇരിക്കൂല, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യൂല. അപ്പൊ എന്ത് വേണം, നോർമൽ നിങ്ങളുടെ വീട്ടിലെ കോസ്റ്റ്യൂമിൽ വീട്ടിലെ ഡ്രസ്സിലേക്കാണെങ്കിലോ പറ്റുന്ന രീതിയിലേക്കാണെങ്കിൽ വീഡിയോയിലേക്ക് വരാൻ വേണ്ടി നോക്കുക. പരിചയപ്പെടുത്തി, ആകാശ് എന്നാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് പുന്നാട് സ്വദേശിയാണ്. ഇരിട്ടി ഈ കണ്ണൂർ ഭാഗം എന്ന് പറയാൻ മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിലേക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല രീതിയിലേക്ക് ബിസിനസ് ഇന്ന് പോയിക്കൊണ്ട് നിൽക്കുന്നു. തണുത്തിട്ട് ഉള്ളിൽ തണുപ്പില്ല, ഉള്ളിൽ നല്ല തീ കനല് കത്തിച്ചുകൊണ്ട് നിൽക്കലാണ്. കാരണം RC ബിസിനസ്സിലേക്ക് വന്നതോട് കൂടിയിട്ട് അപ്പൊ ഉള്ളിൽ തണുക്കുന്നില്ല, പുറത്തുള്ള തണുപ്പിനെ അത്ര വലിയ വിഷയമാക്കിയിട്ട് മാറ്റുന്നില്ല. അപ്പൊ ബിസിനസ് സെക്ടായിട്ട് പോകുന്നുണ്ട്. ഈ ആർസിമെന്റ് ID ഞാൻ എപ്പം പരിചയപ്പെടുത്തി പല ആൾക്കാരും ബോറടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിന്റെ വൈറ്റ് ലെവൽ അച്ചീവേഴ്സ് മുതലാന്ന് പറഞ്ഞു. പല ആൾക്കാരും എന്നെ കാണാത്ത ആൾക്കാരുണ്ട്, പല ആൾക്കാരും എന്നെ പരിചയപ്പെടാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്നും കൂടി പരിചയപ്പെടുത്താം. ആർസിമെന്റ് ID മദറിനകത്ത്, അത് അമ്മയിലേക്ക് കിട്ടിയത് എന്റെ ഒരു ഫാമിലി ബിസിനസ്സാന്ന് പറഞ്ഞു. പക്ഷെ ഫാമിലി ആയിട്ട് തന്നെ ഇന്ന് RC ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റി. മാമനിൽ നിന്നാണ്, അതായത് അമ്മേന്റെ ആംഗ്ലയിൽ നിന്നാണ് ആർസിമെന്റ് ID അമ്മയിലേക്ക് കിട്ടിയത്. ആ സമയത്തേക്ക് എനിക്ക് 18 വയസ്സായിട്ടില്ല. അമ്മയിലേക്ക് ID എടുത്തു. അത്യാവശ്യം ടൈലറിംഗ് ജോലി ചെയ്യുന്നതാണ്. അമ്മേനെ ഒരു ബാക്കോട്ടേക്കുള്ള ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിൽ മദർ ടൈലറിംഗ് ആയിരുന്നു, ഫാദർ കൃഷിയും അത്യാവശ്യം ബസ്സിലും കൂടി സജീവമായിട്ടുണ്ടായിരുന്നു. ബസ് ജീവനക്കാരനും കൂടി ആയിരുന്നു. അതേസമയത്ത് സാധാരണക്കാരനായ ഒരു ഫാമിലി. RC ബിസിനസ് പല ആൾക്കാരും ഒരു ചിന്താഗതി, ഇത് അത്യാവശ്യം അറിവും അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുക ബിസിനസ് ക്യാപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു ബിസിനസ് എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് എന്റെ ബാക്കോട്ടേക്കുള്ള ഫീഡ്ബാക്ക് പറയുന്നത്. ഒരു ബിസിനസിന്റെ മെന്റാലിറ്റിയോ അല്ലെങ്കിൽ ബിസിനസിനോടുള്ള ഇഷ്ടമോ ഇല്ലാണ്ടാണ് RC ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. യാതൊരു തരത്തിലുള്ള ബിസിനസ് മെന്റാലിറ്റി ഇല്ലാത്തൊരു വ്യക്തി, സാധാരണക്കാരനായ കുടുംബം. അതായത് ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരു ടൈലറിംഗ് ജോലിയിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ആൾക്കാർക്ക് അറിയാം, അവരെ ഇട്ടാവട്ടത്തിനുള്ളിൽ മറ്റൊരു ലോകമില്ല. കാരണം ഇതാണ് എന്റെ ലോകം എന്നുള്ള ഈ രീതിയിലേക്ക് മാത്രം ചിന്തിക്കുന്ന ഒരു പൊട്ടക്കിണറ്റിൽ വീണ തവളേന്റെ ഒരു കഥ പറയുന്നില്ല, അതേപോലെയായിരുന്നു ഈ ഇട്ടാവട്ടത്ത് മാത്രം. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. കാരണം അതൊക്കെ കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക്, കുറച്ചും കൂടി അറിവുള്ള ആൾക്കാർക്ക്, കുറച്ചും കൂടി പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ബിസിനസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ ഫാമിലി എന്ന് പറയുന്നത് കുറച്ച് ബാക്കോട്ടേക്ക് നോക്കുന്നതാണെങ്കിൽ, കൊറോണ വൈറസ് എന്ന് പറഞ്ഞൊരു വ്യാപകമായി ഇന്ന് നമ്മുടെ പല ജോലിനെയും ശക്തമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം RC ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ഈ സമയത്താണ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പലരെയും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇപ്പൊ നമ്മുടെ രൂപാന്തര യാത്ര കഴിഞ്ഞതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുപോകുന്നതാണ്. കാരണം സാധാരണക്കാരെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ന് നമ്മളെ സമൂഹത്തിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിലേക്ക് ഏറ്റവും നല്ലൊരു ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് RC ബിസിനസ് എന്നുള്ള മനസ്സിലാക്കി ആ ടൈലറിംഗ് ജോലിയുടെ ഒപ്പം ചെയ്തിരുന്ന അമ്മ ആ സമയത്ത് തന്നെ ഒരു 8000 രൂപക്ക് പുറത്തൊരു കമ്പനി ടൈലറിംഗ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അമ്മയായിരുന്നു. ആ സമയത്ത് RCMലേക്ക് കൂടി ഒരു 8000 രൂപ വരുമാനം കിട്ടാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, എന്തായാലും കൊറോണ എടുത്തുകൊണ്ട് നിൽക്കലാണ്, ആ ജോലി ഒന്ന് സമയത്ത് റിസൈൻ ചെയ്ത് ആ ജോലി പതുക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം ആയിട്ട് ഇന്ന് RC ബിസിനസ് തെരഞ്ഞെടുത്തു. അന്ന് അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ കൊറോണ വൈറസ് വരുന്ന സമയത്തേക്ക് RC ബിസിനസ് സ്വീകരിച്ചത് കൊണ്ട് ഇന്ന് ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടി പറ്റിയെന്ന് തന്നെ പറയാം. കാരണം വെച്ചാല് അധികം വൈകിച്ചില്ല. കാരണം അറിയാം ഇന്നത്തെ ബിസിനസ് അല്ല നാളത്തെ ബിസിനസ് ആണെന്നുള്ള അറിയുന്നത് കൊണ്ട് കൃത്യമായിട്ട് ആ സമയത്ത് തെരഞ്ഞെടുത്തു, സ്വീകരിച്ചു. അതിനുശേഷം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മീറ്റിങ്ങിലൊക്കെ പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാരോടും പല ലീഡേഴ്സും ഇന്ന് ഈ സൂം സെഷനിൽ തന്നെ വിളിച്ചു പറയുന്ന സമയത്തേക്ക് ഇതിനകത്ത് ഇരുന്ന എത്രയോ ആൾക്കാരും അവരെ ടീം മെമ്പേഴ്സിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, ഒന്ന് സൂം മീറ്റിംഗിൽ കയറണേ എന്നുള്ള. കാരണം അന്ന് ഈ സൂം മീറ്റിംഗ് ഇല്ലായിരുന്നു. അന്ന് ഫിസിക്കൽ മീറ്റിംഗ് മാത്രം. അന്ന് ഇങ്ങനത്തെ ഓൺലൈനിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഫിസിക്കൽ മീറ്റിംഗിലേക്ക് മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോകുന്ന സമയത്തേക്ക് അറിയാലോ, ഒരു ലേഡി അല്ലെങ്കിൽ ടൈലറിംഗ് ജോലി ചെയ്യുന്ന സമയത്തേക്ക് അമ്മേനെ മാമൻ വിളിക്കും, മീറ്റിംഗ് ഉണ്ട് ഇന്ന്, ഇന്ന് സാറിന്റെ ആണ് അല്ലെങ്കിൽ ഗിരീഷ് സാറൊക്കെ വരുന്ന സമയത്ത്
സാറിന്റെ മീറ്റിംഗ് ഉണ്ട്, എന്തായാലും കേൾക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് പല മീറ്റിങ്ങിലേക്കും വന്നിട്ടുണ്ടെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിലും പോകാൻ തയ്യാറായില്ല. കാരണം വലിയ കുഴപ്പമാണ്. കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ലേ. കാരണം ഇങ്ങനത്തെ രാവിലെ തന്നെ എനിക്ക് വേറെ വിഷുവിന്റെ അടിച്ചു കൊടുക്കാനുണ്ട്. ടൈലറിംഗ് ജോലി, ആ ടൈലറിംഗ് ജോലി ചെയ്യുന്നവർക്ക് അറിയാം, ഈ സമയത്തിൽ കൊടുക്കുന്ന വലിയ പ്രശ്നം. അപ്പൊ ആ പ്രശ്നത്തിലേക്ക് കൂടി കടന്നു പോകുന്ന സമയത്തേക്ക് മീറ്റിംഗിലേക്ക് വിളിക്കും. എല്ലാം കൂടി എന്താ പറയാ വട്ടിന്റെ മുകളിൽ വട്ടായിട്ട് പോകുന്ന രീതിയിലേക്കാ എന്താ പറയാ അമ്മ ഉണ്ടായാല്. അപ്പോ ഒരു ദിവസം മീറ്റിങ്ങിന് വിളിച്ച സമയത്തേക്ക് അമ്മ പറഞ്ഞു, ഇല്ല എന്നെ കൊണ്ട് പറ്റുന്ന മീറ്റിങ്ങിനൊന്നും വരില്ല, അത്യാവശ്യം സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കാന്നുള്ളത്. കണ്ണൂർ ഭാഷയാണ്, തിരിയോന്ന് എനിക്കറിയില്ല, എന്നാലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോ ഈ രീതിയിലേക്ക് പോയ അമ്മ, അപ്പോ ആ മാമൻ വിളിച്ച സമയത്തേക്ക് അന്ന് മുടക്കിയായിരുന്നു, ഇന്ന് വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ മാമൻ അറിയാം മീറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സക്സസ് ആവാൻ വേണ്ടി പറ്റും എന്നുള്ളത്. മാമൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അറിയാം. അപ്പൊ മാമൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ മരിച്ചു എന്ന് ചോദിച്ചോ, ഇന്ന് ഞാൻ മരിച്ചു എന്ന് ചോദിച്ചോ, പണി എന്തായാലും ലീവാക്കൂലേ, പണി എന്തായാലും ലീവാക്കിയിട്ട് നീ ഇവിടെ കാണാൻ വേണ്ടി വരുമല്ലോ, അതേപോലെ വിചാരിച്ചാൽ മരിച്ചു എന്ന് വിചാരിച്ചേ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് മീറ്റിംഗ് അന്ന് ലീവ് എടുത്തിട്ട് വരുന്ന പോലെ നിങ്ങൾ മീറ്റിംഗിലേക്ക് ഒന്ന് വന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ രീതിക്ക് ഇനി പോകാണ്ടിരിക്കാൻ വയ്യ. അപ്പൊ അന്ന് എന്താ പറയാ പോയ അമ്മ സത്യം പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഇതിന്റെ ദേഷ്യവും കാര്യങ്ങളും പോകേണ്ട ടൈലറിങ്ങിന്റെ പോകേണ്ട തിരക്കും കാരണം അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. കാരണം പ്ലേറ്റ് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പ്ലേറ്റ് വീഴുന്നുണ്ടാവും. കാരണം വെച്ചാല് ശക്തമായിട്ട് ഒച്ചപ്പാടായിക്കൊണ്ടായിരുന്നു മീറ്റിംഗിലേക്ക് ഇറങ്ങിപ്പോയത്. അങ്ങനെ പോയ അമ്മ തിരിച്ചു വരുന്ന സമയത്തേക്ക് അവിടുന്ന് എന്തോ ഒരു രൂപാന്തരം സംഭവിച്ച പോലെ തിരിച്ചു വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ആർസിയമ്മ പറയുന്നത്. ഞാൻ പോലും അതിശയപ്പെട്ടു പോയി. ഇങ്ങനെയല്ലല്ലോ പോയത്, ഞാനും അനിയനും ഉണ്ടായിരുന്നു, നമ്മൾ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഇങ്ങനെയല്ലല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് പോലും മനസ്സിലായില്ല. അപ്പൊ അതിന് ശേഷം അത്യാവശ്യം മാമൻ അധികം നിർബന്ധിക്കാണ്ട് തന്നെ മീറ്റിംഗിലേക്ക് ചെറിയയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. പല ആൾക്കാരോടും മീറ്റിംഗിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന സമയത്തേക്ക് പറയുന്നതാണ് അവിടെ ക്യാഷ് കൊടുക്കണമല്ലോ, എൻട്രി ഫീസ് കൊടുക്കണമല്ലോ എന്നുള്ളത്. അപ്പോ എൻട്രി ഫീസ് നോക്കിയിട്ട് പല ആൾക്കാരും 100 രൂപ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ 200 രൂപ കൊടുക്കണ്ടേ, 250 രൂപ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ 500 രൂപ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരും പ്രോഗ്രാം മിസ് ചെയ്യാറുണ്ട്. കാരണം ഇതിനെ കൊണ്ട് എന്താ ലാഭം, എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോ നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മക്കളെ ആദ്യം ജോലി കിട്ടും എന്ന് ചോദിച്ചിട്ടാണോ പഠിപ്പിച്ചത്? മക്കളെ നാളെ എപ്പോഴോ, ഇന്ന് പഠിച്ചിറങ്ങിയിട്ട് നാളെ എപ്പോഴോ ജോലി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കാണ് നമ്മൾ മക്കളെ ഇന്ന് വിടുന്നുണ്ടെങ്കിൽ ഇന്ന് പഠിച്ചിട്ടും പല ആൾക്കാർക്കും ജോലിയില്ല. അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണെങ്കിൽ ഇവിടെ വരുമാനം കിട്ടുമെന്ന് കാണിച്ചു തന്നിട്ടും ഒരു 100, 200, 500 രൂപ നമുക്ക് ചെലവാക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ നാളെ എങ്ങനെ പഠിക്കും? ഇത്ര 12 വർഷം പോട്ടെ, ഒരു +2 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 12 വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അതിന് വേതനം, തക്കതായുള്ള വേതനം കിട്ടുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്ര പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു? ബസ്സിന് ട്രാവലിംഗ് ചാർജ് പോയിട്ടുണ്ടായില്ലേ? അല്ലെങ്കിൽ അവിടെ പോയി എൻട്രി ഫീസ്, അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഒരു ജോലി ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാറ്. ഇവിടെ എന്താ മുതൽ മുടക്ക്? ഒരു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 100, 200 രൂപ. പക്ഷെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി പോയത് കൊണ്ട് എന്ത് ചെയ്തോ, പല ആൾക്കാരും ഒറ്റക്ക പോവാറ് മീറ്റിംഗിൽ. ഇന്നും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എനിക്കറിയാം ഭൂരിപക്ഷം ആൾക്കാരും മക്കളെയും അല്ലെങ്കിൽ ഫാമിലിനെയും ആ മീറ്റിംഗിലേക്ക് ഉൾപ്പെടുത്താറില്ല. എന്താ, 100 രൂപ ഒരു എൻട്രി ഫീസ് എങ്കിൽ എന്റെ ഒപ്പം എന്റെ മകനും കൂടി മാറ്റുണ്ടെങ്കിൽ 200 രൂപ എൻട്രി ഫീസ് ആവും. 100 രൂപ ഇനി നഷ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എങ്കിൽ സത്യം പറയാ, ഇന്ന് എന്നെ ജോയിനിങ് അല്ലെങ്കിൽ ഞാൻ ജോയിനിങ് ചെയ്യുന്നതിന് മുന്നേ എന്നെ മീറ്റിംഗിലേക്ക് അവിടെ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എൻട്രി ഫീസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് 100 രൂപയോ 200 രൂപയോ 500 രൂപയോ എൻട്രി ഫീസ് കൊടുത്തിട്ട് തന്നെയാണ് ഞാനും അവിടെ മീറ്റിംഗിലേക്ക് അറ്റൻഡ് ചെയ്തത്. അന്ന് ഈ 200 രൂപ നഷ്ടം വിചാരിച്ചിട്ട് അന്ന് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനിന്ന് ആർ സി എം ബിസിലേക്ക് ഉണ്ടാവില്ലായിരുന്നു. കാരണം ആർ സി എമ്മിന്റെ ഇത്രയും എന്താ പറയാ ഡെപ്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. പക്ഷെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കിട്ടിയൊരു ഭാഗ്യമാണ്, ഡയമണ്ട് മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റി. എന്തുകൊണ്ടാണ്? മദർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ ചെറിയ രീതിയിലേക്ക് ഡയമണ്ട് മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റി. ഓപ്പണർ ലെവൽ മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ഈഗിള്, അങ്ങനെ ഓരോ ലെവൽ, വൈറ്റ് ലെവലിലേക്ക് കംപ്ലീറ്റ്ലി എല്ലാ അച്ചീവ്മെന്റും ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. കാരണം മദർ ഐഡിയ എടുത്തു, അതിന്റെ ബേസിലേക്ക് എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിന് മുന്നേ എന്നെ കാച്ചി കുറുക്കിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു റോക്കറ്റിന്റെ വേഗത്തിൽ തീയിട്ട പോലെ അതിന് മുന്നേ മീറ്റിംഗ് കേട്ട് കേട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉണ്ടായുള്ളൂ. ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എന്തുകൊണ്ടാ? ആർട്സ് ആൻഡ് ബിസിനസ് എപ്പോഴും വേണ്ടിക്കില്ല മദറിന്റെ ഫാദറിന്റെ പേരിലേക്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, എന്റെ ആർസിഎമ്മിന്റെ ഐഡിയിലേക്ക് എന്റെ പേഴ്സണൽ, എന്റെ എന്താ പറയാ പേരോട് കൂടിയുള്ള ഐഡിന്റെ അകത്തൊക്കെ എനിക്ക് വർക്ക് ചെയ്യാനുള്ളത്. 18-ാം വയസ്സിന്റെ അന്ന് തന്നെ മോർണിംഗ് മദറിൽ നിന്ന് ആർസിഎമ്മിന്റെ ഐഡി കിട്ടി. അന്ന് മുതൽ സീരിയസ് ആയിട്ട് ആർസിഎമ്മിനെ കണ്ടു. കാരണം സീരിയസ് ആയിട്ട് അന്ന് മുതൽ കാണാനുള്ള കാരണം അതിന് മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പൊ അത് കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്തു, 18 വയസ്സിൽ സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ അതുപോലെയുള്ള ഒരു ഇത് നോക്കുന്നതാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലേക്ക് കൊറോണന്റെ സമയമായിരുന്നു, എല്ലാവർക്കും സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാവർക്കും സമയമില്ലാത്തത്. കൊറോണന്റെ സമയത്ത് എല്ലാവർക്കും സമയം ഉണ്ടായിരുന്നു, കാരണം വേറെ പണിക്കൊന്നുമില്ല, വീട്ടിൽ കുത്തിയിരിക്കേണ്ട സിറ്റുവേഷൻ ആണ്. അത്യാവശ്യം ചുറ്റുവട്ടമുള്ള ആൾക്കാർ എന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. അറിയത്ത ഒരു മേശക്ക് ചുറ്റും ഇരുന്നിട്ട് നമ്മൾ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. പക്ഷെ ആ സമയത്തേക്ക് വേറെ പണിയൊന്നുമില്ല, പണി എനിക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞ ആൾക്കാർ ഒന്ന് സീരിയസ് ആയിട്ട് ആർട്സ് ബിസിനസ് ഏറ്റെടുത്തു. പക്ഷേങ്കിൽ
കാലം പിന്നെ ഒന്ന് തിരിച്ചു കൊറോണ അങ്ങ് മാറ്റി കഴിഞ്ഞു എന്നുള്ളത്. കൊറോണ മാറിയതിന് ശേഷം പിന്നെ എല്ലാവർക്കും പഴയ ജോലിയിലേക്ക് തിരിച്ചു കൊണ്ടൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ജോലി ഇല്ലാണ്ട് ചെയ്തത്, ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്തു. ഇപ്പൊ എനിക്ക് മറ്റൊരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരും ഉണ്ട്. പോയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കാം. ആർ സി എമ്മിനാണോ അവർക്കാണോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അവർക്ക് മാത്രമാണ്. കാരണം അന്ന് മുതൽ ഇന്ന് വരെ ആർ സി എം നെഞ്ചോട് ചേർത്ത് വെച്ചത് കൊണ്ട് ഇന്ന് മദറിനെ സംബന്ധിച്ചോളം ടെക്നിക്കൽ അച്ചീവർ ആണ്, പേൾ അച്ചീവർ ആണ്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ലേഡി ടെക്നിക്കൽ അച്ചീവർ ആണ് മദർ എന്ന് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ മാസമാണ്, കഴിഞ്ഞതിന്റെ മുന്നിലത്തെ മാസമാണ് പേൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചോളം റോയൽറ്റി അച്ചീവർ ആണ്. കാരണം വളർച്ച കുറച്ച് പതുക്കെയാണെങ്കിലും, പതുക്കെ എന്നല്ല ഫസ്റ്റ് തന്നെ പോകുന്നത്, പക്ഷെങ്കിൽ ഈ രീതിയിലേക്ക് പോകുന്നെങ്കിലും ഒരു വീട്ടിൽ നിന്ന് രണ്ട് അച്ചീവേഴ്സ്, റോയൽറ്റി അബോ അച്ചീവേഴ്സ് വളരാൻ വേണ്ടി പറ്റി. ഏകദേശം ഒരു എന്നെ സംബന്ധിച്ച് ഒരു 30,000 രൂപക്ക് മുകളിലോട്ടേക്ക് ഇന്ന് മന്ത്ലി വരുമാനം വരുന്ന രീതിയിലേക്ക് റോയൽറ്റി പിന്നിലേക്ക് നേടാൻ വേണ്ടി പറ്റി. മദറിനെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് പ്ലാൻ ബുക്ക് നോക്കിയാൽ അറിയാം. പല ആൾക്കാരും പല ബിസിനസ്സും കൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് വരാറുണ്ടെങ്കിൽ അവർ പറയും ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്, കോടികൾ കിട്ടുന്നുണ്ട് എന്നുള്ളത്. പക്ഷെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് അവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിക്കുന്നവരുടെ ധൈര്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കൊടുക്കുന്ന രീതിന്റെ അകത്തേക്ക് ഇന്ന് വരുമാനം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. എനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. എന്റെ ടീമിലേക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ജസ്റ്റ് എല്ലാവരും സൈറ്റ് വന്നാൽ ലീഡേഴ്സിന് വേണ്ടിയിട്ട് വേറൊരു സൈറ്റ്, അല്ലെങ്കിൽ ഒപ്പം വരുന്നവർക്ക് വേറൊരു സൈറ്റ്, അങ്ങനെ ഒരു വേർതിരിവ് ആർ സി എമ്മിലില്ല. മറ്റുള്ള ബിസിനസ്സിൽ ഉണ്ടായേക്കാം, പക്ഷെ ആർ സി എമ്മിൽ അങ്ങനത്തെ ഒരു വേർതിരിവില്ല. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്ന സമയത്തേക്ക് ഇന്ന് ഇതിന്റെ അകത്തേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് 73,000 രൂപക്ക് മുകളിലോട്ടേക്ക് മദറിലേക്ക് മാത്രം മന്ത്ലി ഇൻകം ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ ആർ സി എം മാറ്റി നിർത്തണം? കാരണം പല ആൾക്കാരും അമ്മേനോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കാറുണ്ട്, മകനെ വേറെ എന്തെങ്കിലും പഠിപ്പിച്ച് മറ്റൊരു ജോലിക്ക് വിട്ടൂടെ? മറ്റൊരു ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ എത്ര വരുമാനം കിട്ടും? പല പാരന്റ്സ് ആണ് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. യൂത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും എന്താ പറയാ മെന്റാലിറ്റി കൊണ്ട് യൂത്തിന്റെ ഇതിന്റെ അകത്തേക്കാണെങ്കിലും നിങ്ങളോ നിങ്ങളുടെ മക്കളോ നാളെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ എന്റെ മക്കളോട് എന്തുകൊണ്ട് ആർ സി ബിസിനസ് പറയുന്നില്ല, അവരോട് എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് ആർ സി ബിസിനസ് ഏറ്റെടുക്കാൻ വേണ്ടി പറയില്ല? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇന്നും ഭയമില്ലേ ആർ സി ബിസിനസ് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളതിനെ പറ്റിയിട്ട്? എനിക്കായി പേടി ഇല്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാ? ഈ ബിസിനസിനെ ഡെപ്തിലേക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പേടി ഇല്ലാത്തത്. ആ പേടി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അറിയാം? ഈ ബിസിനസിന്റെ ആഴത്തിൽ അറിയണം. പല ബിസിനസ് ആഴത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഉണ്ടാവില്ല. പല ബിസിനസിന്റെയും ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പല ചെയ്യുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ഉണ്ടായി എന്ന് വരില്ല. പക്ഷെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നത് ആർ സി എം ബിസിനസിന്റെ ഡെപ്ത് വെച്ചിട്ട് അറിയണം. ഡെപ്ത് വെച്ചിട്ട് ആർ സി എം ബിസിനസ് ആഴത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ മറ്റൊരു ജോലിക്ക് വിട്ടുകൊടുക്കില്ല. എന്തുകൊണ്ടാ? ഇത് എന്താ പറയാ, ഇത് ഫ്യൂച്ചറിലേക്ക് 7 തലമുറക്ക് വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ആണെന്നുള്ള മനസ്സിലാക്കും. ഞാൻ ചെയ്യേണ്ടതല്ല, എന്റെ നാളെ മക്കളെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുള്ള മനസ്സിലാക്കും. അവരെ ഇതിനകത്ത് കൊണ്ടുവരാൻ തയ്യാറാവും. അങ്ങനെ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഹലോ, അതിന്റെ അകത്ത് ആർ സി എം ബിസിനസ്സിലേക്ക് സ്വന്തം മക്കളെ ഇറക്കിയിട്ട് ബിസിനസ് ചെയ്യാൻ എത്ര പേർക്ക് എന്താ പറയാ ധൈര്യം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. ധൈര്യമുണ്ട്. അപ്പോ രാജേഷ് സാറ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാല് പല ആൾക്കാർക്കും ഭയങ്കര കോൺഫിഡൻസ് എന്നാണോ വരുന്നത് അതായിരിക്കും, ആ സമയത്തായിരിക്കും അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആർ സി എമ്മിലേക്ക് എടുക്കാൻ തയ്യാറാവും. ഇന്നും വേണമെങ്കിൽ ചെയ്യുക, അഥവാ കിട്ടിയാൽ നല്ലത് എന്നുള്ള രീതിയിലേക്കാണ് പല ആൾക്കാരും ബിസിനസ് ചെയ്യുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്, കുഴപ്പമില്ല, രീതിയിലേക്ക് ചെയ്യുന്നത്. പക്ഷെ പല ആൾക്കാരോടും മക്കളോട് പറയുന്ന സമയത്ത് മക്കള് സ്വീകരിക്കുന്നില്ല. എനിക്ക് പലപ്പോഴും ഒരു കോള് വരാറുണ്ട്, സാർ എന്റെ മകനോടൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം, സാർ ഒന്ന് പറഞ്ഞു നോക്കണം, എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ട് സ്വീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്തുവാണ് അറിയോ? ഏതെങ്കിലും രീതിയിലേക്ക് ഒരു മീറ്റിംഗിൽ 1-2 മീറ്റിംഗിലേക്ക് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ 100, 500, 1000 രൂപ ആയിക്കോട്ടെ, 1000 രൂപ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അത് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും. അന്ന് 100 രൂപ 200 രൂപ കൊടുത്തതിന്റെ നേരെ 5-10 ഇരട്ടി വരുമാനം ആർ സി എം എനിക്ക് തരുന്നുണ്ട്. എന്തുകൊണ്ടാ? അന്ന് 100 രൂപ ചെലവാക്കിയത് കൊണ്ടാ. നിങ്ങൾ എന്ത് വേണം അറിയോ? നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ ഒരാൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്കുള്ള മക്കളെയോ അല്ലെങ്കിൽ വിത്ത് ഫാമിലിനെയോ കൂട്ടി പോകുന്ന സമയത്തേക്ക് അവരിലേക്ക് എന്താണോ നിങ്ങൾക്ക് അവരെ ചെലവുകൾ ആർ സി എമ്മിലേക്ക് 10,000 രൂപ എന്നാകുന്നോ ആ സമയം വരെ നിങ്ങൾ കൂട്ടി പോവാം. 10,000 രൂപക്ക് അപ്പുറം വേണ്ട. 10-11,000 രൂപ വരെ നിങ്ങളെ ചെലവുകൾ അവിടെ കൂട്ടി എഴുതി വെക്കുക. മീറ്റിങ്ങിലേക്ക് 500 രൂപ കൊടുത്തു, അത് എഴുതി വെക്കുക. 500 രൂപ ഒരു മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകാൻ ചെലവ് എഴുതി വെക്കുക. എന്താണോ നിങ്ങൾക്ക് ആ 10,000 രൂപ വരെ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിലേക്ക് അവരെ കൊണ്ട് ചെലവാക്കുന്നത്, ഞാൻ പറയും ആ 10,000 രൂപ ആ ചെലവായ സമയത്തേക്ക് അവർക്ക് ചുരുങ്ങിയത് ഒരു 30,000 രൂപ അവിടെ അവർ വരുമാനം ആർ സി എമ്മിന്റെ അന്ന് വാങ്ങിക്കുന്നുണ്ടാവും. ഗ്യാരണ്ടി കേട്ടോ. 10,000 രൂപ ആർ സി എമ്മിന്റെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് എന്ന് കംപ്ലീറ്റ് ചെലവായോ അന്ന് മുതൽ അവർക്ക് ഒരു 30,000 ഒരു സ്റ്റാർ അച്ചീവർ ആയിട്ട് അവർ മാറും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. കാരണം അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഇരിക്കാൻ അവർക്ക് പറ്റില്ല. അതാണ് മീറ്റിംഗിന്റെ പവർ എന്ന് പറയുന്നത്. അത് ഏതും ആയിക്കോട്ടെ, ഫിസിക്കൽ മീറ്റിംഗ് ആയിക്കോട്ടെ, സൂം സെക്ഷൻ. സൂമിനൊന്നും നമുക്ക് ചെലവില്ലാത്തവരാ. അതിനിടയിലേക്ക് നമുക്ക് സൂം സെഷൻ കൊടുക്കുക. ഫിസിക്കൽ മീറ്റിംഗിന്റെ അകത്തേക്ക് പോകുമ്പോഴേ നമുക്ക് ഈ ചെലവ് വരുന്നുള്ളൂ. ആ ചെലവുകൾ നിങ്ങൾ അവിടെ എഴുതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്താ പറയാ അതിന്റെ നേരെ 3 ഇരട്ടിയോ 10 ഇരട്ടിയോ വരുമാനമായി സമയമാകുന്ന സമയത്തേക്ക് എനിക്ക് കിട്ടും എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാൻ ഈ രീതിയിൽ കണക്ക് എഴുതി വെച്ചുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അറിയാം സാധാരണക്കാരനായ ഒരു ഫാമിലി ആദ്യം ബിസിനസ് ഏറ്റെടുത്തു. അതേ സമയത്ത് ഒരു പിക്കപ്പ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു. പിക്കപ്പ് സെന്റർ സ്റ്റാർട്ട് ചെയ്തവർക്ക് അറിയാം ആദ്യം വലിയ കുഴപ്പമില്ല ലീഡറുമായിട്ട്. കാരണം വേണ്ടാത്ത ഓരോ പണിയിലേക്ക് കൊണ്ടുപോയിട്ടെ സംഭവം പിക്കപ്പ് സെന്റർ നടത്തിയവർക്ക് അറിയാം ഇതെന്നാ ഇതിനെ കൊണ്ടുള്ള ലാഭം ആകെ അതേ സമയത്തേക്ക് 8% 9.5%ആണ് എന്താ പറയാ ഷോപ്പിന്റെ കമ്മീഷൻ കാര്യങ്ങൾ കിട്ടുന്നത്. ഇതിനെ കൊണ്ട് നടത്തി പോകാൻ വേണ്ടി പറ്റുമോ? നടത്തി പോകാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എത്രത്തോളം നല്ല രീതിയിലേക്ക് സ്റ്റോക്ക് ചെയ്യുന്നു. ചില ആൾക്കാർ പറയുന്നുണ്ട് സാറേ ഞാൻ ആദ്യം കുറച്ച് സ്റ്റോക്ക് എടുക്കുക, ആ രീതിയിലേക്ക് ഷോപ്പ് നടത്തി നോക്കട്ടെ, എന്നിട്ട് ലാഭം ഉണ്ടെങ്കിൽ കുറച്ച് വലിയ രീതിയിലേക്ക് ആക്കാന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, വലിയ രീതിയിലേക്ക് തുടങ്ങിയാലേ നിങ്ങൾക്ക് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. വലിയ രീതിയിൽ എത്രത്തോളം പിക്കപ്പ് സെന്റർ തുടങ്ങുന്നു അത്രത്തോളം നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. എത്രത്തോളം ചെറിയ രീതിയിലേക്ക് തുടങ്ങുന്നു ആ രീതിയിലേക്ക് നിങ്ങളുടെ കച്ചവടം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പലരും മനസ്സിലാക്കുന്ന ഒരു കാര്യം. ചെറിയ രീതിയിൽ തുടങ്ങി നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് അതിന് കാണാൻ വേണ്ടി പറ്റും. വലിയ രീതിയിലേക്ക് തുടങ്ങി നോക്കും, വലിയ രീതിയിൽ നിങ്ങൾക്ക് ആ ഷോപ്പിന്റെ വളർച്ച വരുമാനം അതിൻ്റെ അകത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിക്കപ്പ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയ സമയത്തേക്ക് എന്നും വിളിച്ചിട്ട് മാമനിലേക്ക് കൂടി അല്ലെങ്കിൽ നമ്മുടെ എമറാൾഡ് അജിസാറിലേക്ക് കൂടിയാണ് എന്താ പറയാ RCMന്റെ ഇത് കിട്ടിയ ഷോപ്പ് എടുക്കാൻ വേണ്ടി നിർബന്ധിച്ച് എടുപ്പിച്ചതാണെങ്കിൽ എപ്പം പരാതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിന്റെ അകത്ത് വലിയ ലാഭം ഉണ്ടായില്ല. ആദ്യം ലാഭം ഉണ്ടായി കച്ചവടം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഉദ്ഘാടന വേളേൻ്റെ അകത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലാഭം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ ഓരോ ദിവസം കഴിയുന്ന സമയത്തേക്ക് ചിലപ്പോൾ ഒരു ഫ്രഷ് ആൻഡ് ഷൈന് അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ഒക്കെ വിറ്റ സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തേക്ക് നോർമലി ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാത്ത ആൾക്കാരാണെങ്കിൽ എപ്പം പരാതികൾ മാത്രമേ ഉണ്ടാവും. പക്ഷെ അന്ന് പരാതിപ്പെട്ടിട്ടും ഷോപ്പ് ഒഴിവാക്കിയിട്ടില്ല. ഷോപ്പ് ആ രീതിയിൽ സംതിങ് ഒരു 8 വർഷത്തിന് മുകളിലോട്ടാക്കി ഇന്ന് 8 വർഷത്തിനടുത്തായി ഇന്ന് ആസിമിന്റെ പിക്കപ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം അതിലെ കൂടി മനസ്സിലാക്കിയ കാര്യം ഷോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഷോപ്പിന്റെ ലാഭം കണ്ടിട്ട് അവിടെ ഇരിക്കാനല്ല. ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കാൻ വേണ്ടി പാടില്ല. ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം ഷോപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ ജസ്റ്റ് അഡ്രസ്സ് മാത്രമാണ്. ആ ഷോപ്പ് വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് ഷോപ്പിന്റെ കൂടി കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്. ഷോപ്പ് ബേസിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പിക്കപ്പ് സെന്റർ ആവുക. വണ്ടർ വേൾഡ് ക്യൂക്ക് ഇന്ന് വണ്ടർ വേൾഡ് എന്ന് പറയുന്ന ഇന്ന് നമുക്ക് വണ്ടർ വേൾഡ് പ്രൈം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അകത്തേക്ക് പല അപ്ഡേഷൻ്റെ അകത്തേക്ക് ഷോപ്പുകൾ വരുന്നുണ്ട്. ഏറ്റവും നല്ലത് ഏതാണോ അത് തുടങ്ങാൻ വേണ്ടി പറ്റും. ഏറ്റവും വലിയത് ഏതാണോ അത് നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലേക്ക് പാസീവ് ഇൻകം വരും. ഇനി ഈ ഷോപ്പ് എല്ലാ കാലം നമ്മൾ തന്നെ പിടിച്ചിരിക്കേണ്ടതാണോ? നാളെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡായി നല്ല രീതിയിലേക്ക് ടീം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ തൊട്ട് ഡെപ്തിലേക്ക് വരുന്ന ആൾക്കാരിലേക്ക് ഷോപ്പ് കൈമാറി കൊടുക്കുക. ഈ രീതിയിലേക്ക് ഒന്ന് ബിസിനസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബിസിനസ് നല്ല രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ഈ ബിസിനസ് ആരൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം പലതിൻ്റെ അകത്തും വരാറുണ്ട്. ഈ ബിസിനസ് ആർക്കൊക്കെ പറ്റും, ആർക്കൊക്കെ ചെയ്യണം? ഇന്ന് ഈ ഭൂമിയിലേക്ക് ജീവിച്ചിരിക്കുന്നവർ ആരൊക്കെയാണോ ഇവരെല്ലാരും ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് RCM ബിസിനസ്. എന്തുകൊണ്ടാ? പല ആൾക്കാരും പറയാറുണ്ട് സാറേ എനിക്ക് കുഴപ്പമില്ലാത്തൊരു വരുമാനം ഉണ്ട്, ഒരു ജോലിയുണ്ട്, സാറേ എനിക്ക് കുഴപ്പമില്ലാത്തൊരു ജോലി ചെയ്തതിന്റെ പെൻഷൻ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ ഭൂരിപക്ഷം ആൾക്കാരുണ്ടാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പെൻഷൻ ഉണ്ട്, നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങളെ മക്കളുണ്ടല്ലോ വീട്ടില്, അവർക്ക് ഈ പറഞ്ഞ സെക്യൂർഡ് ആയിട്ടുള്ള ജോലി ആയോ? അല്ലെങ്കിൽ അവരെ ജോലി സെക്യൂരിറ്റി ഉള്ള ജോലിയാണോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ ഇത് ആരൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ പറയും ഇന്ന് എത്ര വലിയ ജോലിയുള്ള ഒരാളാണെങ്കിലും ഞാൻ പറയും ഇന്ന് RCM ബിസിനസ് പതിയെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് 2026 എടുക്കാൻ വേണ്ടി പോകാം. ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ, AI എന്ന് പറഞ്ഞൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ല. ഇത് ചില്ലറക്കാരനല്ല. ഇന്ന് പലരും ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ AI എന്ന് പറഞ്ഞൊരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും പറയുന്നു ഇന്ന് പല ആൾക്കാരും മക്കളെ നല്ല രീതിയിലേക്ക് പഠിപ്പിക്കാറുണ്ട്. ശരിയല്ലേ? നല്ല രീതിയിലേക്ക് പഠിക്കും. എത്രത്തോളം നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും അതിന് രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് പഠിപ്പിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ പറയും ഇന്ന് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ പഠിക്കുന്ന അറിവിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിവ് ഓക്കെ അതിന്റെ ഒരു ഭാഗം, ബട്ട് അല്ല അവർ പഠിപ്പിക്കുന്നതിനാ അവർക്ക് നാളെ നല്ലൊരു ജോലി കിട്ടിയിട്ട് നല്ലൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അവരാ നല്ല രീതിയിലേക്ക് പഠിപ്പിക്കുന്നത്. ഒന്ന് ഇനി മാറാൻ വേണ്ടി പോക്കാണ്. ഇനി ഞാൻ പറയാം നിങ്ങളുടെ നല്ല വിദ്യാഭ്യാസത്തിനല്ല ഇവിടെ വരുമാനം കിട്ടുന്നത്, ഈ സമൂഹത്തിൽ വരുമാനം കിട്ടുന്നത്. എത്രത്തോളം നല്ല അവരെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് വരുമാനം കിട്ടാൻ വേണ്ടി പോകുന്നത്. വിദ്യാഭ്യാസത്തിനല്ല. കാരണം ഇന്ന് ഒരു ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി, പണ്ടത്തെ പോലത്തെ കാലഘട്ടത്തിൽ ഇന്ന് എല്ലാവരും അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ആൾക്കാർ. ഇന്ന് ചെറിയ ചെറിയ കുട്ടികൾ വരെ നമുക്കറിയാം, ഇന്ന് നമുക്ക് പോലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ മൊബൈലിനകത്തൊക്കെ അറിയാത്ത കാര്യം ഇന്ന് വരുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി അറിയാം. അത്രക്കും IQ പവറാണ് അവരിലേക്ക് വരുന്നത്. അത്രമാത്രം നല്ല രീതിയിലേക്ക് വിദ്യാഭ്യാസം നിങ്ങൾ നോക്കിയാൽ മതി. ഇന്നൊരു എന്താ പറയുക A+ന്റെ ഒക്കെ ഒരു ഫ്ലെക്സ് ബോർഡിലേക്ക് എത്ര അധികം കുട്ടികളെ ഫുൾ A+ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് മാർക്കോട് കൂടിയിട്ട് പാസ്സാകുന്നത്. അത്രയും കുട്ടികൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് അത്ര രീതിയിലേക്ക് വരുമാനം കിട്ടാൻ ആവശ്യമായ തൊഴിൽ നമ്മുടെ സമൂഹത്തിലുണ്ടോ? വിദ്യാഭ്യാസം കൊണ്ട് നല്ല കുട്ടികൾക്ക് എല്ലാ കുട്ടികളും പഠിച്ചിറങ്ങുന്നുണ്ട്, ഇവർക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്, എവിടെയും കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പൊ അവിടെ ചിന്തിക്കേണ്ട കാര്യം ഇനി ആ ഒരു കാലഘട്ടത്തിനകത്ത് AI എന്ന് പറഞ്ഞൊരു കാലഘട്ടം. പണ്ടൊക്കെ നല്ല അറിവ് അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്ക് നല്ല തൊഴിലുണ്ടായിരുന്നു. ഇന്നൊരു ഉദാഹരണം പറഞ്ഞു, ഇന്നൊരു പോസ്റ്റർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ
ChatGPT അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഈ ജെമിനി പോലെയുള്ള ഒരു എഐന്റെ ഒരു കാലഘട്ടം ഇന്ന് നടന്നുകൊടുക്കില്ല. നമുക്ക് അവിടെ നിന്ന് പോയിട്ട് ഇട്ട് കൊടുത്ത് ക്രിസ്മസിന് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ഉണ്ടായി, ക്രിസ്മസ് എല്ലാവരും ആഘോഷിച്ചു. അല്ലെങ്കിൽ പല ആൾക്കാരും പോസ്റ്റർ കണ്ട സമയത്ത് എനിക്ക് കാണാൻ വേണ്ടി പറ്റത് എല്ലാവരും എഐ ഉപയോഗിച്ച് അല്ലെങ്കിൽ ജെമിനി പോലുള്ള അല്ലെങ്കിൽ ChatGPT പോലുള്ള സൈറ്റ് ഉപയോഗിച്ചിട്ട് പല ആൾക്കാരും പോസ്റ്റർ ഉണ്ടാക്കിയിട്ടില്ല. കാരണം നമ്മൾ നോർമൽ കോസ്റ്റ്യൂമിലേക്ക് ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് ക്രിസ്മസ് അല്ലെങ്കിൽ എന്താ പറയുക കോസ്റ്റ്യൂമിലേക്ക് ആക്കി തരണം എന്നുള്ളത് ജെമിനിയോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് സെക്കൻഡുകൾ വെച്ചിട്ട് നമുക്ക് ആ പോസ്റ്റർ ഇങ്ങോട്ടേക്ക് തയ്യാറായി കഴിഞ്ഞു. എത്ര പേര് പണിയാ പോയത്. പണ്ടൊരു പോസ്റ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എഡിറ്റേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോഴ്സും കാര്യങ്ങളും ലക്ഷങ്ങളും പതിനായിരങ്ങളും മുടക്കിയിട്ട് പല ആൾക്കാരും പഠിച്ചിറങ്ങുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇവരെ ജോലിയിലേക്ക് പകുതി ഭാഗം ആര് കൊണ്ടുപോയി? ഈ എഐ എന്ന് പറഞ്ഞ കാലഘട്ടത്തിലേക്ക് പോയി. പല പിള്ളേരും പഠിച്ചിറങ്ങിയിട്ട് അവരൊരു പാഷനായിട്ട് അല്ലെങ്കിൽ അവര് ഇന്ന് എന്താ പറയുക ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് പഠിച്ചിറങ്ങിയ ഒരു ജോലിയായിരുന്നു ഈ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ആ എഡിറ്റിംഗിൽ ഭൂരിപക്ഷം ഇന്ന് എഐ ഉണ്ട്. ഒരു വീഡിയോ നിർമ്മിക്കേണ്ടെങ്കിലും നമുക്ക് വലിയ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. ഇന്ന് സാധാരണ ഒരു വീട്ടമ്മക്ക് പോലും ഈ സൈറ്റിലേക്ക് വന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എഡിറ്റഡ് ആയിട്ട് ഫോട്ടോസും വീഡിയോസും നമുക്ക് വരുന്ന കാലഘട്ടത്തിനകത്ത് പോയി. അപ്പോൾ ഏതൊരാൾക്കാർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നതിലേക്ക് സിമ്പിൾ ആയിട്ട് പോകുന്ന കാലഘട്ടത്തിലേക്ക് ഒരു 100 പേരെടുക്കുന്ന പണിയാണ് ഇന്ന് ഒരു കമ്പ്യൂട്ടർ എടുക്കുന്ന രീതിയിലേക്ക് പോയത്. ഇനി അങ്ങോട്ടേക്ക് ചിന്തിച്ചു നോക്കിയേ, ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമുക്ക് ചെലവുകൾ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ മെത്തേഡുകൾ ഇങ്ങനത്തെ എഐ പോലെയുള്ള കാലഘട്ടത്തിന്റെ ഈ കടന്നുവരവ് ഇതിനകത്തേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പലരെയും ജോലി ഇല്ലാൻ വേണ്ടി പോക്കാണ്. ഒരു 10, 20, 25 വർഷത്തിന് ബാക്കോട്ടേക്ക് നോക്കുന്നതാണെങ്കിൽ സ്വർണത്തിന്റെ വില എത്രയായിരുന്നു? ഇന്ന് സ്വർണത്തിന്റെ വില എവിടെ എത്തി നിൽക്കുന്നുണ്ട്? നോക്കിക്കോ നിങ്ങൾ, ചെലവുകൾ കൂടുന്നുണ്ടോ? അതിന് വേണ്ട രീതിയിലെ വരുമാനം നമുക്ക് ആക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല എന്നാണ് ഒരു ഉത്തരമെങ്കിൽ, അല്ലെ നിങ്ങളെ ചെലവുകൾ നിങ്ങളെ നിങ്ങളെ വരുമാനം നിങ്ങളെ ചെലവിന് ഉതകുന്ന രീതിയിലേക്കല്ല ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ല എന്നുള്ള ഒന്ന് ചിന്തിച്ച് നോക്കുക. നാളെയും ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളെ വരുമാനവും പെൻഷനും ഇതേ രീതിക്ക് സ്റ്റേബിൾ ആയിട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുന്നെങ്കിൽ നാളെ വലിയൊരു വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നല്ല, ഈ സമയം നമുക്ക് മനസ്സിലാവും. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന കാലഘട്ടത്തിന്റെ അതൊക്കെ 3 ഘട്ട ആൾക്കാർ കാറ്റഗറി. ഇപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട്, ലോ ക്ലാസ് ആൾക്കാരുണ്ട്. ഞാൻ പറയും ഇന്ന് ഭൂരിപക്ഷം ആൾക്കാർ നിൽക്കുന്നത് മിഡിൽ ക്ലാസ് ആൾക്കാരിലേക്കാണ്. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ നടുക്കുള്ള സ്റ്റേജിന്റെ അകത്തേക്കാണ്. തീരെ ദാരിദ്ര്യത്തിന്റെ രേഖയിലേക്കല്ല. അങ്ങനെയുള്ള ആൾക്കാർ ലോ ക്ലാസ് എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നമില്ല. അവർക്ക് വന്നാലും ഇല്ലെങ്കിലും അവർക്ക് എല്ലാ ദിവസവും കണക്കാന്നുള്ള രീതിയിലേക്കാണ്. ഹൈ ക്ലാസ് ആൾക്കാർക്കോ അവര് ഈ രീതിയിലേക്ക് അവര് അടുത്തടുത്ത മെത്തേഡുകൾ കണ്ടിട്ട് നല്ല രീതിയിലേക്ക് റിച്ച് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവും. പക്ഷെ നമ്മളെ പോലത്തെ മിഡിൽ ക്ലാസ് ആൾക്കാർ ചിന്തിക്കേണ്ടത് നമുക്ക് താഴോട്ടേക്ക് പോകാൻ വലിയ മടിയാ. ശരിയല്ലേ? ഒരടി പുറകോട്ടേക്ക് നോക്കാൻ വലിയൊരു മടിയാണ്. പക്ഷെങ്കിൽ റിച്ച് ആണെങ്കിൽ എന്ത് വേണം? അതിന്റെ മുകളിലേക്ക് 2 ഘട്ടം, ഇനി റിച്ചും ഉണ്ടാവും അല്ലെങ്കിൽ ലോ ക്ലാസ് ഉണ്ടാവും. ഈ മിഡിൽ ക്ലാസ് എടുത്തു പോകാൻ വേണ്ടി പോക്കാം. എടുത്തു പോകാൻ വേണ്ടി പോക്കുന്നത് നമ്മുടെ കാലഘട്ടം ഈ രീതിയിലേക്ക് നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ക്ലാസ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസം. ലോ ക്ലാസ്സിലേക്ക് എന്തായാലും നമ്മൾ പോകാൻ തയ്യാറല്ല. ഹൈ ക്ലാസ്സിലേക്ക് പോകേണ്ടിക്ക് എന്ത് വേണം? പണിയെടുക്കണം. അത് ഏത് പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും? നമുക്ക് ഇനി വരുന്ന കാലഘട്ടത്തിന്റെ നമ്മൾ ഏത് പണിയെടുത്തു കഴിഞ്ഞാൽ വരുമാനം കിട്ടും? എത്രയാണ് തൊഴിലുറപ്പ് എന്ന് പറഞ്ഞൊരു ഇതിനകത്തേക്ക് പല ആൾക്കാരും നമുക്ക് എല്ലാവർക്കും പറ്റിയൊരു ജോലിയാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും അവിടെ പോയി കുത്തുകയും പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലുറപ്പ് എടുത്തു പോകാൻ വേണ്ടി പോക്കാന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റിയത്. ഇനി എന്ത് ചെയ്യും? ഹലോ, ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളൂ ഡയറ്റ് സെല്ലിംഗ്, RCM ബിസിനസ് മനസ്സിലാക്കുക. ആർക്കൊക്കെ ചെയ്യാം. ഇതിനകത്ത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഇല്ലാണ്ട് ഏതൊരു പ്രായക്കാർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇല്ല, നിങ്ങൾക്ക് നാളെ വിലയുണ്ടാവില്ല. നാളെ നിങ്ങൾക്ക് വിലയുണ്ടാവില്ല, സ്വന്തം വീട്ടിൽ വിലയുണ്ടാവില്ല, സ്വന്തം ഫാമിലിയിലേക്ക് വിലയുണ്ടാവില്ല. എന്തുകൊണ്ടാ? ഈ ബിസിനസ് തിരഞ്ഞെടുക്കാത്തതുകൊണ്ടല്ല. നാളെ നിങ്ങളെ കയ്യിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മക്കള് നിങ്ങളെ നോക്കുള്ളൂ. അവർക്ക് ഇഷ്ടമല്ലായിട്ടൊന്നുമല്ല. കാരണം അവർക്കും ജീവിച്ചു വേണ്ടിക്ക് അത്യാവശ്യം എന്താ പറയുക തിരക്ക് പിടിച്ച സമയത്തിന്റെ അകത്തേക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നാളെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവർക്ക് വിലയുണ്ടാവും. ഇന്ന് അത്യാവശ്യം കയ്യിലേക്ക് കുറച്ച് സ്വത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിലയുണ്ടാവും. കാരണം ആ സ്വത്ത് നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അതേ രീതിയിലാണ് നാളെ നെറ്റ്വർക്കിന്റെ ഐഡി, നല്ല സീനിയോറിറ്റി ഉള്ള നെറ്റ്വർക്കിന്റെ ഐഡി നിങ്ങളുടെ കയ്യിലേക്ക് ഉണ്ട്, നിങ്ങൾ നല്ല രീതിയിലേക്ക് ഡെപ്ത് ബിസിനസ് നല്ല രീതിയിലേക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ല വിലയായിരിക്കും. അത് ഈടാന്നല്ല, സമൂഹത്തിൽ ഓളോ ഓളോ എല്ലാ ബിസിനസിന്റെ അകത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് വിലയുണ്ടാകാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തിനു ചെയ്യണം? RCM ബിസിനസ് എന്തിനു ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നിങ്ങളോ നിങ്ങളെ മക്കളോ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ അവരെ കൊച്ചുമക്കളായിക്കോട്ടെ, അവർക്ക് വേണ്ടി ഒരു RCMന്റെ ഐഡി നിങ്ങൾ പോട്ടെ, അല്ലെങ്കിൽ നാളെ മക്കൾക്ക് പോട്ടെ, മക്കൾക്ക് അത്യാവശ്യം ജോലി ഉണ്ട് നിൽക്കാം. അതിന് ശേഷമുള്ള മക്കൾ എന്ത് ജോലി എടുത്ത് വളരും? എന്തായാലും നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം വരുമാനം വേണം. അത്യാവശ്യം കുഴപ്പമില്ലാതിലേക്ക് മുന്നോട്ടേക്ക് വേണ്ടിക്ക് എന്തായാലും ജോലി അത്യാവശ്യമാണ്. ഇങ്ങനെയും ജോലി നശിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ അകത്തേക്ക് ഏത് പണി എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും? നാളെ നമ്മൾ ഞാൻ ചോദിക്കട്ടെ, RCM ബിസിനസ് പറയാൻ എളുപ്പമാണോ? ഹലോ, RCM ബിസിനസ് പറയാൻ എളുപ്പമാണോ? വില കൂടുതലുള്ള ഉൽപ്പന്നമാണോ? അതുമല്ല. കമ്പനി സ്വന്തമായിട്ട് കാണിച്ചു കൊടുക്കാനുണ്ടോ?
അതും കാണിച്ചു കൊടുക്കാനുണ്ട്. എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? ഒന്ന് അവനവനോട് ചോദിക്കുക. ഈ വിലക്കുറവ് ആഗ്രഹിക്കാത്ത ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ടോ? വിലക്കുറവ് ആഗ്രഹിക്കാത്ത ആൾക്കാർ ഇന്നുണ്ടോ? ഞാൻ പറയും, ഇന്ന് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെലവ് ചുരുക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, വിലക്കുറവുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, ഇത് ആരോട് പറഞ്ഞാലും സ്വീകരിക്കാത്ത പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ലേ? നിങ്ങൾ ഏത് ബേസിൽ വെച്ച് നോക്കി, ഇന്റർനാഷണൽ ക്വാളിറ്റി വരുന്ന ഏത് പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കോ, അതിനേക്കാളും അതിനെക്കാളും ക്വാളിറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. സ്വന്തമായിട്ട് കമ്പനി കാണിച്ചു കൊടുക്കാനില്ലേ? പല ആൾക്കാരും വായുവിൽ നിൽക്കുന്ന ഒരു കമ്പനി, വായുവിലൊക്കെ എയറിൽ നിൽക്കുന്ന ഒരു കമ്പനി എന്നൊക്കെ പറയാം. കമ്പനി ഉണ്ടോ? കമ്പനി ഉണ്ട്. എവിടെയാന്ന് എനിക്ക് അറിയില്ല. ഡൽഹിയിലാണ്, ബാംഗ്ലൂരാണ്, ബോംബെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ കമ്പനി ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് അതിൻ്റെ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് എന്തോ കാണാനുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിന്റെ സൈറ്റിൽ കാണാൻ, എന്റെ ഇത്ര പൈസ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. ഇത് എവിടുന്നല്ലോ ട്രാൻസ്പെറന്റ് ആയിട്ട് പോയിട്ട് നമുക്ക് നാളെ വലിയ ലക്ഷങ്ങൾ കോടികൾ കിട്ടുമെന്ന് ചിന്തിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അതൊന്നും പറയുന്നില്ലല്ലോ. അവിടെ എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ആർസി ബിസിനസ്സിലേക്ക്? ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എടോ, അവിടെ നല്ല രീതിയിലേക്ക് ഒരു ഇതിന്റെ അകത്തേക്ക്, ആളൊഴിഞ്ഞ പറമ്പിന്റെ അകത്തേക്ക്, ആളില്ലാത്ത പറമ്പിന്റെ അകത്തേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്താ പറയാ, മാവിന്റെ അകത്ത് നിറയെ പഴുത്ത് നിൽക്കുന്ന ഒരു മാമ്പഴങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു പറിച്ചെടുത്തൂടെ? അതിനൊരു കാവൽക്കാരനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, വരുന്ന പുറത്തുള്ള ആൾക്കാരെ തടുക്കാൻ വേണ്ടി ഒരു പട്ടീനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഭയക്കണം. അവിടെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടെ ഫ്രീ ആയിട്ട് അവിടെ വിട്ടിട്ടാണല്ലേ രമണി മാഡം. രമണി മാഡത്തിനോട് ഞാൻ പറയുന്നത്, ഇവിടെ ഇന്ന സൈറ്റിന്റെ അകത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു റൂട്ട് കാണിച്ചാൽ, ഇന്ന സ്ഥലത്ത് ഞാൻ അവിടെ ഒരു കെട്ട് പൈസ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഒന്ന് പോയി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉള്ളത് ആ പൈസ എന്ന് പറഞ്ഞാൽ എടുക്കൂലേ? തീർച്ചയായിട്ടും എടുക്കും. കാരണം എന്താ, വഴി കാണിച്ചു തന്നിട്ടുണ്ട്, അവിടെ ഇത്ര പൈസ വെച്ചിട്ടുണ്ട്, ഞാൻ ഇത് പോയിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് എനിക്കറിയാം. അതേപോലെ RCM കൃത്യമായിട്ട് റൂട്ട് കാണിച്ചു. ലോട്ടറി അല്ലല്ലോ RCM. ലോട്ടറി ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ ഭാഗ്യത്തിന് അടിക്കുന്നതാണ്, നിങ്ങളെ ലക്കിയാണെന്ന് പറയാം. കാരണം അടിച്ചാൽ അടിച്ച്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള. പക്ഷേ RCM ബിസിനസ് ലോട്ടറി രൂപത്തിലും അല്ല നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ ചുരണ്ടി, അല്ലെ പണ്ടൊക്കെ റീചാർജ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് ഉണ്ടായിരുന്നു, ചുരണ്ടിയിട്ട് നമുക്ക് ഈ നമ്പർ അടിച്ചു കൊടുത്തിട്ട് റീചാർജ് ചെയ്യേണ്ടത്. ചുരണ്ടി കഴിഞ്ഞാൽ കിട്ടണ്ട. പക്ഷേങ്കിൽ അതുപോലും അല്ല RCM എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റൂട്ട് കൃത്യമായിട്ട് കാണിച്ചു, ഇന്ന PV ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വരുമാനം കിട്ടും. ആ PVക്ക് ഓരോ സാധനത്തിനോടും PV ഇന്നതാണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. എത്ര സാധനം വിറ്റ് ഇത്ര PV ഉണ്ടാവുന്നുള്ളത് അറിയുന്നുണ്ട്. എത്ര ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്ന ഇത്ര PV വരും എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കമ്പനി. ഇനി ഇതങ്ങ് ചെയ്യുകയല്ലേ വേണ്ടു. ഇതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്, ഇതാണ് നിങ്ങളുടെ വഴി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ, ഇന്ന ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇന്ന കോഴിക്കോട് ഇറങ്ങുക, അത് ഇത്ര സമയത്തിൽ എത്തും എന്നുള്ളത് നമുക്ക് ആപ്പ് നോക്കിയാൽ അറിയാം. അത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര PV ആയി കഴിഞ്ഞാൽ ഇത്ര വരുമാനം കിട്ടുന്നത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചെയ്യാത്തതാരാ? നമ്മൾ മാത്രമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്ര അവസരങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പൊട്ടന്മാരല്ലേ നമ്മള്? സത്യം പറഞ്ഞാല് പൊട്ടന്മാരെന്ന് തന്നെ വിളിക്കണ്ട. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ കണ്ണാടി പോയി നോക്കി, ഞാൻ പൊട്ടനല്ലേ എന്ന് ചിന്തിച്ചു നോക്കി. കാരണം ഇത്ര അവസരങ്ങളെ കിട്ടിയിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ ദാരിദ്ര്യം പറഞ്ഞിട്ട് നടക്കും. നമുക്ക് വരുമാനമില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആൾക്കാരോട്? നമ്മൾ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട് RCM ബിസിനസ്? പലരും ഫാമിലി ബിസിനസ് എന്നുള്ള കേട്ട രീതിയിലേക്ക് പലരും ഫസ്റ്റ് പോയിട്ട് പറയുന്ന ഫാമിലിന്റെ അകത്തേക്കാ. ശരിയല്ലേ? ആ ഫാമിലി ഒന്ന് ചിന്തിച്ചു നോക്കണം. ഫാമിലി ഇത്ര നാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇനി അങ്ങോട്ട് എന്തും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഫസ്റ്റിന് എടുത്തിട്ട് ഫാമിലിന്റെ അടിക്കുക. ഫാമിലിന്റെ അടുക്ക് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല പ്രതികരണമായിരിക്കും അവിടെ നിന്ന് കിട്ടാറ്. എനിക്കൊന്നും വേറെ പണിയില്ലേ, അല്ലെങ്കിൽ ഇത്ര വയസ്സായില്ല, എനിക്ക് വേറെ ഇതൊന്നും എടുത്തിട്ട് നടക്കേണ്ടതാണോ എന്നുള്ളതിലേക്ക് ചിന്തിക്കും. നാളെ നിങ്ങൾ വയസ്സായ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞവർ കൊണ്ടുതരുമെങ്കിലും ഓക്കെ. ഇല്ലെങ്കിൽ എന്തുവേണം, നാളെ നമ്മൾ തന്നെ നയിച്ചിട്ട്, അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ നയിച്ചിട്ട് തന്നെ നമ്മളെ വളർത്തേണ്ടി ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് വേണം, നിങ്ങൾ ബിസിനസ് കിട്ടിയിട്ട് ഫസ്റ്റ് പോയിട്ട് ഫാമിലിന്റെ അടുക്ക പോയി പറയും, ഫാമിലിന്റെ അത് നെഗറ്റീവ് കേട്ടോ, ആ നെഗറ്റീവ് കേട്ടിട്ട് നമ്മൾ മടുത്തിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ മടുത്തിട്ടിരിക്കുന്ന ആൾക്കാർ വീട്ടിലേക്കുണ്ട്. പല ആൾക്കും ഫാമിലിക്ക് കടം കൊടുക്കും, അവരോട് പിന്നെ എങ്ങനെ ചോദിക്കുന്നില്ല വെച്ചിട്ട് പൈസ കിട്ടാത്തതിന്റെ പേരിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരു നിങ്ങളൊരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നാളെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്ന നിങ്ങളെ ഫാമിലിനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുള്ള ആൾക്കാരെയാണോ? കാരണം നാളെ അവരെ വീട്ടിലെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ആൾക്കാർ വന്ന്, അല്ലെങ്കിൽ സ്വന്തം മാമനോ അല്ലെങ്കിൽ ഏച്ചിയോ വന്നിട്ട് ചായ കുടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എങ്ങനെയാണ് പൈസ മേടിക്കാൻ വേണ്ടി പറ്റുക? അതുകൊണ്ട് ആരും എന്ത് ചെയ്യും, ആദ്യം ഫാമിലിയിൽ നിന്ന് വിളിക്കാൻ നോക്കില്ല, ആദ്യം പുറത്തുള്ള ആൾക്കാരിലേക്ക് വരും. പുറത്തുള്ള ആൾക്കാർ ഇന്ന് ബിസിനസ് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടുള്ളൂ ഭൂരിപക്ഷത്തിലും. കാരണം നമ്മളേറ്റവും വേണ്ടപ്പെട്ടവര്, നമ്മളേറ്റവും ആഗ്രഹിച്ച ആൾക്കാർ ചിലപ്പോൾ RCM ബിസിനസ് നമ്മൾ പറഞ്ഞിട്ട് സ്വീകരിച്ചെന്ന് വരെ വരില്ല. എനിക്ക് അനുഭവമില്ല ഇഷ്ടം പോലെ. അപ്പൊ എന്ത് വേണം, നിങ്ങൾ പുറത്തോട്ടേക്ക് വരാം. നിങ്ങൾക്ക് പോലും ബന്ധമില്ലാത്ത പല ആൾക്കാരുമാണ് നിങ്ങളെ EV കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വരുമാനം കൊണ്ടുവരുന്നത്, പണം കൊണ്ടുവരുന്നവർ അവരെയായിരിക്കും, അല്ലെങ്കിൽ പർച്ചേസ് വോളിയം കൊണ്ടുവരുന്ന അവരെയായിരിക്കും. നിങ്ങൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ടാവുക. പല ആൾക്കാരും നിങ്ങൾ വിചാരിച്ചു പോയ ആൾക്കാരിലേക്ക് പോകുന്നതുകൊണ്ടാണ്, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് പല ആൾക്കാരും ഇത് നെഗറ്റീവ് ആയി പോകുന്നത്. അപ്പൊ എന്ത് വേണം, പ്രതീക്ഷ ഒന്നും വേണ്ട. നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്തേക്ക് ഏതെങ്കിലും ഒരു ആൾക്കാരോട് കണ്ടുവരാം. കാരണം അവരേറ്റവും, ഞാൻ പറയുന്നത്, രക്തബന്ധത്തിനെക്കാട്ടും കൂടുതൽ കിട്ടുന്ന ഒരു ബന്ധം അവിടുന്ന് കിട്ടും. കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊരു നല്ല രീതിയിലേക്ക് PV കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അവരെ നാളെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറും, ആസ് എ ലീഡർ എന്നുള്ള രീതിയിനകത്തേക്ക്. പിന്നെ ലീഡറായി
നിങ്ങൾ അവർ കുറച്ച് വരുമാനമൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ എപ്പം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വരിയുണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങളെ പല അപ്ലൈൻ ലീഡേഴ്സും, കാരണം ഇതിനകത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളെ ടീമിന് വളർച്ചയുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലേക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാവരും എടുത്തു പറയുന്ന കാര്യം അർജുൻ സാറിന്റെ സെക്ഷനിൽ തന്നെ എടുത്തു തന്നൊരു ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ടീമിന് വളർച്ചയുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ കണ്ടിട്ട് മടുത്തു പോകുകയല്ല വേണ്ടത്. അപ്പൊ ചിന്തിക്കുക, എന്റെ ടീമും വളരാൻ വേണ്ടി തുടങ്ങി, എന്റെ ടീമിനും വളർച്ചയുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മതി. ആ എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇവരാരും വിട്ടുപോകുമോ? വിട്ടുപോകാതിരിക്കണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് പേടി എന്താ അറിയോ, ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആൾക്കാർ നാളെ അവരെ വിട്ടുപോയെങ്കിലോ, ആർട്സ് ബിസിനസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആർട്സ് ബിസിനസ് ആരും വിട്ടുപോകില്ല, പലരും വ്യക്തികളെയാണ് വിട്ടുപോകുന്നത്. പക്ഷെ ആ വ്യക്തികളെ പോലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അറിയോ, നിങ്ങൾ ഡെപ്തിലേക്ക് ബിസിനസ് ചെയ്യണം. ഡെപ്തിലേക്ക് നിങ്ങൾ PV കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓരോ ആൾക്കാരും പോകില്ല. ഇന്ന് എന്നെ സംബന്ധിച്ചോളം, എന്റെ ടീമിൽ എന്റെ മദറിനെ സംബന്ധിച്ചോളം, മദറിന്റെ ഐഡി ഇതൊക്കെ നമ്മൾ രണ്ടാളും ഒരുമിച്ച് തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം. പക്ഷെ 5 ലക്ഷം വന്നിട്ടൊക്കെ PV ആടെ ടെർമിനേറ്റ് കിടക്കുന്ന ആൾക്കാരുണ്ട്. ടെർമിനേറ്റ് കിടക്കുന്ന ആൾക്കാരുണ്ട്. വിളിച്ചു പറഞ്ഞ ചിലപ്പോൾ ഫോൺ എടുക്കാത്ത ആൾക്കാരുണ്ട്. ചില ആൾക്കാര്, ചില ലവ് ലൈൻ എന്ന് പറഞ്ഞ ആൾക്കാര്, അവർ ടെർമിനേറ്റ് ആയിട്ടുണ്ടല്ലോ, എനിക്ക് കോളൊക്കെ വരും, അവർ ടെർമിനേറ്റ് ID ഉണ്ട് ഇവിടെ, അവരെ ID നമ്മളൊന്ന് ചേർത്തോട്ടെ. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ചേർത്തോന്നുള്ളത്. എന്റെ ടീമിലേക്ക് ടെർമിനേറ്റ് ID ആയിരിക്കും, അവരോട് ചേർക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ചേർത്തോ. എന്തുകൊണ്ടാണ് പറയുന്നത്, നാളെ അവർ അവിടെ പോയി ബിസിനസ് ഒക്കെ പഠിച്ച്, മറ്റൊരു ടീമിൽ പോയിട്ട് ബിസിനസ് ഒക്കെ പഠിച്ചിട്ട് വരുന്ന സമയത്തേക്ക് അവിടെയുള്ള ആൾക്കാർ ചിന്തിക്കും, ഇത്ര PV ആണ്, ഇത്ര വരുമാനം കിട്ടും, എന്റെ പഴയ ഐഡിയിലേക്ക് എത്ര PV ഉണ്ടെന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം ഇവിടെ PV കാണുമ്പം അവിടെ ഇത്ര ലക്ഷം 1 ലക്ഷം PV വന്നിട്ടുള്ളൂ എന്നെങ്കിൽ ബിസിനസ് പഠിച്ച ഒരാളെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും. അപ്പൊ അതിനെന്ത് വേണം, ഡെപ്ത് പോയിട്ട് പണിയെടുക്കണം. ഡെപ്ത് പോയിട്ട് നിങ്ങൾക്ക് PV ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, പർച്ചേസ് വോളിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്താ പറയാ, നമുക്ക് വരുമാനം വരുന്ന വഴി അറിയില്ല. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം. രമണി മാഡത്തിന് ഏകദേശം എത്ര പൈസ ഒരു മാസം വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ട്? ഒരു മാസം എത്ര വരുമാനം വേണമെന്ന് ഏകദേശം ആഗ്രഹമുണ്ടോ? ഒരു 10,000 രൂപ ആർസിമിലേക്ക് വന്നു കഴിഞ്ഞാൽ സഡൻലി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വരുമാനമാണ് 5,000 രൂപ, അല്ലെങ്കിൽ 10,000 രൂപ, 15,000 രൂപ. അതിൽ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടുമോ? പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ആർസിഎം ബിസിനസ്സിലേക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ അത്ര വലിയ പൈസ ഒന്നും കിട്ടൂലല്ലോ, അതിന് നെറ്റ്വർക്ക് ഒക്കെ ചെയ്ത് കുറച്ച് താമസം പിടിക്കൂലേ എന്നുള്ളത്. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടൊരു ഇത് പറഞ്ഞുതരാം വരുമാനം കിട്ടാനുള്ള. തവിടെണ്ണ എല്ലാവരും ഉപയോഗിക്കാറുണ്ടോ? തവിടെണ്ണ, റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു തവിടെണ്ണ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ആർസിഎമ്മിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൂടി പറ്റൂ കേട്ടോ. അതൊരു ഒരു ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ള ഇതിലേക്ക് മാറി. കാരണം തവിടെണ്ണ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തവിടെണ്ണൊക്കെ രുചിയുമാണ് കൊണ്ട് എന്നിട്ട് മാറ്റി വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ആർസിഎമ്മിൽ വരേണ്ട ആളൊന്നല്ല. നാളെ അവർക്ക് ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് ആർസിഎമ്മിലേക്ക് എന്ന് തവണ്ണനെ ഇഷ്ടപ്പെടുന്നു, അവർ ഈ സമയത്ത് ആർസിഎം ബിസിനസ്സിലേക്ക് വരും. തവണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% ആർസിഎമ്മിനെ സ്വീകരിച്ചെന്നില്ല. കാരണം ചില്ലറ കാരണമല്ല തവണ്ണ എന്ന് പറയുന്നത്. നിങ്ങളെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അതിലുള്ള എലിജിബിലിറ്റി പോലും ഈ തവണ്ണ കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം തുടങ്ങാൻ വേണ്ടി പറ്റും. ഇത് ഇഷ്ടപ്പെട്ടിനോ നിങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് ആർസിഎം ബിസിനസ്സിലേക്ക് വരാം. അത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ പുറത്തോട്ട്, നിങ്ങൾ സമയം നന്നായില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങനെ തവണ്ണ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തികളാണ് ഉണ്ടെങ്കിൽ, പല ആൾക്കാരും വരുമാനം ആദ്യം കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം, ഇന്ന് വെളിച്ചെണ്ണക്ക് എത്ര വിലയുണ്ട്? എന്നെ സംബന്ധിച്ചുള്ള എന്റെ നാട്ടിലേക്ക് 390-400 രൂപക്ക് അടുത്തുനിന്ന് 1 ലിറ്റർ വെളിച്ചെണ്ണക്ക് വിലയുണ്ട്. ശരിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന തവിടിനൊക്കെ എത്ര വിലയുണ്ട്? ഒരു തവിടിനക്ക് 250 രൂപയാണ് MRP റേറ്റ് എന്ന് പറയുന്നത്. ഒരു ദിവസം മാഡം 20 വീട്ടിൽ ആയിരിക്കും കൊടുക്കാം കേട്ടോ. പുതുതായിട്ട് വന്ന ഏതൊരാൾക്കും വരുമാനം പെട്ടെന്ന് വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്, ഒരു ദിവസം 20 വീട്ടിൽ 2 പാക്കറ്റ്, ഒരു മാസം ഒരു വീട്ടിലേക്ക് മിനിമം 2-3 ലിറ്റർ എണ്ണ ചുരുങ്ങിയത് വേണ്ടി വരുന്നുള്ളൂ. അതായത് ഒരു 2 ലിറ്റർ തവണ ഒരു വീട്ടിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിലേക്ക് 2 ലിറ്റർ തവണ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, 20 വീട്ടിലേക്ക് ഒരു ദിവസം 40 പാക്കറ്റ്, ഒരു ദിവസം കൊണ്ട് 40 പാക്കറ്റ് ബ്രാൻ ഓയിൽ അവിടെ സെയിലാവും. അതൊരു മാസം നോക്കുന്നതാണെങ്കിലോ 1,200 പാക്കറ്റ് തവണ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. ഒരു ദിവസം 20 വീടാ നോക്കണ്ട, 1,200 പാക്കറ്റ് നിങ്ങൾ വിചാരിച്ചു വേണ്ട. ഒരു ദിവസം 20 വീട്ടിൽ 2 പാക്കറ്റ് തവണ വെച്ചിട്ട് ഒരു ദിവസം 20 വീട്ടിലാണോ കയറാൻ വേണ്ടി പറ്റുക? 30-40 വീട്ടിലേക്ക് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് കയറാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ദിവസം 20 വീട്ടിലേക്ക് 2 പാക്കറ്റ് തവണ വെച്ച് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ ഒരു 30 ദിവസം കൊണ്ട് 1,200 പീസ് സാധനം സെയിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മിനിമം 50 മുതൽ 55,000 രൂപ വരെ നിങ്ങൾക്ക് മന്ത്ലി വരുമാനം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. മന്ത്ലി 50,000 രൂപക്ക് മുകളിൽ, 50 മുതൽ 55,000 രൂപ. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഒരു തവണ വിറ്റാൽ ഇത്ര കിട്ടും. ഒരു 20 വീട്ടിലേക്ക് ഒരു ദിവസം 2 പാക്കറ്റ് തവണയെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഒരു പാക്കറ്റിനോട് 42 രൂപ പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. 1,200 പീസ് സാധനം വെക്കുന്നതാണ് മിനിമം ഒരു 50,000 55,000 രൂപ എനിക്ക് അക്കൗണ്ടിൽ കൂടി വരുന്ന ഉദ്ദേശിക്കുന്നത്, അതിനെക്കാട്ടും മുകളിലോട്ടേക്ക് വരുമാനം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് സ്റ്റാർട്ടിങ്ങില്ല. നിങ്ങൾ കുറച്ച് മുന്നേ ചേർന്ന ആൾക്കാരാണെങ്കിൽ അതിന് വരുന്ന PV ബേസ് അടിസ്ഥാനത്തിലേക്ക് അതിനെക്കാട്ടും കൂടുതൽ വരുമാനം കിട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഒറ്റയടിക്ക് ബില്ല് ചെയ്യുന്നതാണെങ്കിൽ, ഒരു മാസം കൊണ്ട് ബില്ല് ചെയ്യുന്നതാണെങ്കിൽ മിനിമം ഓപ്പണർ ആൻഡ് എബോണ്ടിലേക്ക് മുകളിലോട്ടേക്ക് എനിക്ക് PV അവിടെ സെൽഫ് PV അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഈ വലിയ രീതിയിലേക്ക് പി വി ഏകദേശം 2,00,80,000 ഒക്കെ പി വി ഒക്കെ ഡെപ്ത് നിന്നൊക്കെ വരുന്ന ഒരു വയസ്സ് ആണെങ്കിൽ 70,000 പി വി വന്നു കഴിഞ്ഞാൽ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇതും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. എക്സ്ട്രാ അതിനകത്ത് വരുന്ന വരുമാനം കൂടി കൂട്ടി കിട്ടും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്നിട്ട് നമ്മൾ പറയും വരുമാനമില്ല, പണിയില്ല, തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് സമയം കളയുന്നു. അവർ സമയം കളയണ്ട, അവരാരെങ്കിലും പോയിക്കോട്ടെ. അല്ല അവർക്ക് ചില ലോട്ടറിലൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ഉഷാറുണ്ട്, നല്ല 2 കൈയുണ്ട്, 2 കാലുണ്ട്, കണ്ണുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് ലോട്ടറി വെക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. ദയവായിട്ട് അവർ മറ്റുള്ളവർ പണി കളയരുത് കേട്ടോ. അത് ആരെങ്കിലും ചെയ്തോട്ടെ, അത് അവർക്കുള്ള ഇതായിരിക്കും. ചിലപ്പോ 2 കൈയും അല്ലെങ്കിൽ കാലിന് വലിയ എന്താ പറയാ അങ്ങനെ ഡിസബിലിറ്റി രീതിയിലേക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ലെങ്കിൽ അവര് ലോട്ടറി പണി ചെയ്തോട്ടെ. അവരെ പണിയിൽ പോയിട്ട് അതിന് നിങ്ങൾ ചിന്തിച്ചു, നല്ല ആരോഗ്യം തന്നിട്ട് നിങ്ങൾ എന്തിനാ അവരെ അതിൻ്റെ അകത്ത് കൈയിട്ട് വരുന്നേ? അവരവർ ചെയ്തോട്ടെ. നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, നമുക്ക് കൂടുതൽ ജോലി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന വലിയ രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാകുന്ന സമയത്തേക്ക് നമ്മൾ പറയും നമ്മൾ എപ്പം കുറ്റപ്പെടുത്തല, എനിക്കൊന്നുമില്ല, ഇല്ലായ്മകൾ മാത്രം പറയുന്ന ആൾക്കാരായിട്ട് മാറിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ഇല്ലായ്മകൾ മാത്രം മാറ്റാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വളർച്ച ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇല്ലായ്മകൾ മാത്രം പറയും. ഒരു കാര്യമില്ല. ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളെ മെന്റാലിറ്റി ഒന്ന് മാറ്റാൻ വേണ്ടി നോക്കുക. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. ഇന്ന് പല ആൾക്കാരും, ഞാൻ എന്നിട്ടും സ്കാനിങ് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും ഇന്ന് ഏറ്റവും കൂടുതൽ എന്റെ ബിസിനസിന്റെ ഏറ്റവും കൂടുതൽ വളർച്ച എന്ന് പറയുന്നത് ബോഡി സ്കാനിങ്ങും ആരോഗ്യ ക്ലാസ്സും തന്നെ, ഹോം മീറ്റിങ്ങുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യാറ്. പലരും പറയുന്നത് സാർ എനിക്ക് ഇത്രയിലേക്ക് പറയാൻ അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്ത സിസ്റ്റം പോലെയുണ്ട്. താഴോട്ടേക്ക് നിങ്ങൾ ചിന്തിക്കണ്ട, മുകളിലോട്ടേക്ക് എത്ര ലീഡേഴ്സ് ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കിയാൽ. 1 ആണോ 2 ആണോ 3 ആണോ? എന്റെ തൊട്ട് എന്നെ ചേർത്ത ആൾക്കാർ ഇന്ന് ആശം ബിസിനസ് ഉണ്ടായെന്ന് വരില്ല. പക്ഷെ അതിനോട് മുകളിലോട്ടേക്ക് നോക്കുന്നതാണെങ്കിൽ, ഇന്ന് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഗോപകുമാർ സാർ വരെ, അതിന്റെ മുകളിലോട്ടേക്ക് നോക്കുന്നതാണ് സുരേന്ദ്ര വർസ് വരെ നമ്മളെ അപ്ലൈൻ ലീഡേഴ്സിന്റെ എണ്ണം എടുത്താൽ തീരാത്ത രീതിയിലേക്ക് ഉണ്ട്. പറഞ്ഞാൽ തീരാത്ത എത്ര അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ട്. ഇത്രയും അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ടാകുന്ന ഒരു ടീമിന്റെ അകത്തൊക്കെ ഞാൻ ഉള്ളത്. ഞാൻ ഗോപകുമാർ സാറിന്റെ ടീമല്ലേ? ഹലോ, ഞാൻ ഗോപകുമാർ സാറിന്റെ ടീമല്ലേ? ഞാൻ മൂർത്തി സാറിന്റെ ടീമല്ലേ? ഇത്രയും അപ്ലൈ ലീഡേഴ്സ് നമ്മുടെ കയ്യിലേക്ക് ഉണ്ടായിട്ടും നമ്മൾ വേണ്ടും വിധം അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എനിക്ക് കഴിവില്ല, പക്ഷെങ്കിൽ കഴിവുള്ള ആൾക്കാർ ഇഷ്ടം പോലെ നമ്മുടെ ഒപ്പരമുണ്ട്. എനിക്ക് കഴിവില്ലാന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, കഴിവുള്ള എത്രയോ ലീഡേഴ്സ് എന്റെ ഒപ്പരമുണ്ട്. ഈ ലീഡേഴ്സ് എത്രത്തോളം ഉണ്ട്, അതാണ് നിങ്ങളെ പവർ. നിങ്ങൾ അടിയിലേക്ക് എന്തെന്നുള്ളതിനെ പറ്റി ചിന്തിക്കണ്ട. നിങ്ങൾ അടിയിലോട്ടേക്ക് അവരെ വെച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾക്ക് സംസാരിക്കാൻ അധികം അറിയില്ല, എന്ത് വേണം അറിയോ? ഒരു 10 സ്ഥലങ്ങളിലേക്ക് പോയിട്ട്, പുതിയ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെ ഒരു ഹോം മീറ്റിംഗ് കണ്ടിട്ട് അത് സ്വന്തം റിസ്കിനകത്തേക്ക് ഏറ്റെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട റിസ്ക് എന്ന് പറയുന്നത്. ഒരു 10 ഇടങ്ങളിലേക്ക് പോയിട്ട്, 10 സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഹോം മീറ്റിംഗ്, ഒരു 5 10 15 20 പ്ലസ് അങ്ങോട്ടേക്ക് ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു ഹോം മീറ്റിംഗ് കണ്ടിട്ട് അവിടെ ആരാന്ന് ക്ലാസ് എടുക്കുക. എന്റെ അപ്ലൈൻ ലീഡർ നല്ല രീതിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ക്ലാസ് എടുപ്പിക്കുന്നതാണെങ്കിൽ ലീഡർ അവിടെ പണിയെടുക്കുന്നത് നിങ്ങളാണോ? നിങ്ങളാണ് ആൾക്കാരെ വിളിച്ചെടുത്തി ലീഡർ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ബിസിനസ് കിട്ടുന്നതായിരിക്കാം എനിക്ക് കിട്ടുക. എന്റെ ലീഡർ പണിയെടുത്തത്, പക്ഷെങ്കിൽ പൈസ കിട്ടുന്നതായിരിക്കാം എനിക്ക് കിട്ടുക. ഇത്രയും ചെയ്യാൻ വേണ്ടി പറ്റൂലേ? മറ്റൊരു ഏതെങ്കിലും ജോലിക്ക് പറ്റും. നിങ്ങളുടെ തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭർത്താവ് വന്ന് സഹായിക്കാറുണ്ടോ വായിക്കാൻ വേണ്ടിയിട്ട്? അല്ലെ വയറിങ്ങിന്റെ പണിക്ക് നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ വന്ന് സഹായിക്കാറുണ്ടോ? ഇവിടെ ആർക്കും വേണ്ടിക്കും ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പണിയെടുത്തിട്ട് നിങ്ങളെ പൈസ നിങ്ങളുടെ പോക്കറ്റിൽ കൊണ്ടുവരുന്നത്. ഇതിലും നല്ല സുഖമുള്ള പരിപാടി വേറെ എവിടെ കിട്ടുന്നത്? എന്നിട്ട് നമ്മള് മടുത്തിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാ. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒന്നും പറ്റില്ല. നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും പറ്റില്ല എന്നാണ് ഞാൻ ഗ്യാരണ്ടി തരാം. ഇതും കൂടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പാൽപ്പായസം എന്ന് പറയും. നിങ്ങൾ മറ്റുള്ള ജോലി എല്ലാം എടുത്തു നോക്ക്. നിങ്ങളെ ശക്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നാളെ ഒന്ന് കൈപൊട്ടിക്കാൻ. എന്റെ പേരും ആദ്യം ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഇതുണ്ടായിരുന്നു, അദ്വൈത് എന്നിട്ട പേരായിരുന്നു. അവന് സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ എങ്കിലും എന്ത് ചെയ്തോ, ഒരു ചെയിൻ, അവന്റെ ബൈക്കിന്റെ ചെയിൻ ക്ലീൻ ആക്കുന്ന സമയത്ത് ഈ ഫിംഗറിനകത്തും ജസ്റ്റ് ചെയിൻ കുടുങ്ങിയിട്ട് ഈ വിരലിന് രീതിയിൽ ഡാമേജ് പറ്റി. അതിനുശേഷം അവന് എന്തോ സിഗ്നേച്ചർ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിലേക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ പറയുക, അവന്റെ അതിന്റെ എന്തോ ജോലി പോയിട്ടുള്ളത്. ഇത്രയുള്ള ഒരു മനുഷ്യനെ ഇത്രയും പോലെ പഠിച്ചിട്ട് നല്ലൊരു ജോലി ഇട്ടിട്ട് വരുമാനം കിട്ടുന്നവർക്ക് ജസ്റ്റ് ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ തെറിക്കുന്ന ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോകുന്ന ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യുന്നത്? ഇവിടെ കൈയില്ലാത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്, കണ്ണില്ലാത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്, നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ജസ്റ്റ് വീട്ടിലിരുന്നിട്ട് ഒരു ഫോൺ കോൾ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബിസിനസ് അല്ലേ? എന്നിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറയാം, പറ്റുന്നില്ലെങ്കിൽ നിർത്തി പോകണം. അല്ലെ ചെയ്യാൻ നിൽക്കാറ്, അല്ലെ ലീഡേഴ്സിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കാറ്. കാരണം വെച്ചാല് ഇത് പറ്റാത്തതായിട്ട് ആരുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട്, ലോ ക്ലാസ്സിലുള്ള ആൾക്കാർ. ലോ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എന്താ വെച്ചാൽ സാമ്പത്തികം കൊണ്ടായിരിക്കും ആ രീതിയിലുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഏതൊരാൾക്കാർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത് എന്ന് പറയുന്നത്. ഒന്ന് ഫാമിലിനൊന്ന് ഇറക്കിയേക്ക്. ഇത്രയും ഭംഗിയുള്ള പരിപാടി എന്താ പറയുക? ഇത് നമ്മുടെ ബിസിനസ് മാത്രമല്ല, നിങ്ങളെ രോഗങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങൾ മറന്നുപോകും, നിങ്ങളെ ഇല്ലായ്മകൾ പോലും മറന്നുപോകും. നിങ്ങൾക്ക് കൂടുതൽ വിഷൻ അല്ലെങ്കിൽ ഡ്രീമുകൾ എഴുതി വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ബിസിനസ് ഉപകാരപ്പെടും. അതാണ് ഈ ബിസിനസിന്. വെറുതെ ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ കാണല്ലേ. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ പൈസ 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 പോണ്ട, നിങ്ങൾ പൈസക്ക് പിന്നാലെ പോണ്ട. നിങ്ങൾക്ക് ആർക്കും ആരോഗ്യം കൊടുക്കാൻ വേണ്ടി പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 പേർക്ക് വരുമാനം കൊടുക്കാൻ വേണ്ടി പോട്ടെ. 10 പേർക്ക് വരുമാനം കൊടുത്താൽ നിങ്ങൾ ബോസാ. ഹലോ, 10 പേർക്ക് നിങ്ങൾക്ക് വരുമാനം കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടി, ഞാൻ ബോസ് അല്ലേ അന്നേരം, ഞാൻ 10 പേർക്ക് വരുമാനം കൊടുക്കുന്നില്ല, ഞാൻ ബോസാണ്.
ഉള്ളിലൊരു ചിന്ത, പുറത്തേക്ക് പറയണ്ട, ഉള്ളിലൊരു ഇതുണ്ടാവും. കാരണം 10 പേർക്ക് അല്ലെങ്കിൽ 100 പേർക്ക് എന്നെ കൊണ്ട് വരുമാനം കൊടുക്കാൻ വേണ്ടി പറ്റിയല്ലോ. ഇത് ഈ ജോലിയിൽ അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പറ്റുമോ നിങ്ങൾക്ക്? ഈ ജോലിയിൽ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ജോലിക്ക് പറ്റുമോ? മറ്റൊരു നിങ്ങൾ എല്ലാ നെറ്റ്വർക്കും പല ആൾക്കാരും പറഞ്ഞു, സാറേ ഇന്ന സ്ഥലത്ത് ഇന്ന ബിസിനസ് ആണ്, ഇന്ന നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്, സാർ ഇന്ന സ്ഥലത്ത് ഇന്ന നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ എന്നെ വിളിച്ചിട്ട് ആൾക്കാർ പറയാം, സാർ അവിടെ അവിടെ പറ്റും തോന്നില്ല, അവിടെ ഇന്ന നെറ്റ്വർക്കിന്റെ ആൾക്കാരാണ് ചെയ്യുന്നത്. പേരൊന്നും പറയുന്നില്ല, ഇന്ന നെറ്റ്വർക്കിന്റെ ആൾക്കാർ അവിടെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരിപാടി എളുപ്പമായില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെ പരിപാടി എളുപ്പമായില്ലേ എന്ന് ഞാൻ പോസിറ്റീവായിട്ട് പറയാറ്. കാരണം എന്തുകൊണ്ടാ, അവിടെ അവർ കൊടുക്കുന്നത് 175 റുപ്യന്റെ 190 റുപ്യന്റെ ഒക്കെ സോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നെങ്കിൽ എന്റെ 46 റുപ്യന്റെ പേസ്റ്റ് പരിചയപ്പെടുത്തിയ ആൾക്കാർ ആരാ വാങ്ങിക്കാത്തത്? നമ്മളെ പ്ലസ് പോയിന്റാന്ന് വിചാരിക്കുക. എന്താ പറയാ, ഇതിന്റെ അകത്ത് ഒരു ചെരുപ്പിന്റെ ഒരു കമ്പനിക്കാരൻ വന്നിട്ട് ഒരു സ്ഥലത്ത് ചെരുപ്പിന്റെ കമ്പനി തുടങ്ങാൻ വേണ്ടി തുടങ്ങിയ സമയത്തേക്ക് അവിടെ മറ്റൊരാൾ പറഞ്ഞൊരു കാര്യമാണ്, കമ്പനിക്കാരനിൽ ഒരാൾ വന്ന് പറഞ്ഞ കാര്യമാണ്, സാറേ ഇവിടുത്തെ ആൾക്കാർ ഈ ഏരിയയിലെ ഈ രാജ്യത്തുള്ള ആൾക്കാരൊന്നും ചെരുപ്പിടാറില്ല. അപ്പൊ പൊതുവെ നമ്മൾ ചിന്തിക്കുക, ചെരുപ്പിടാത്ത ആടെ പോയിട്ടാണെങ്കിൽ നമ്മൾ ചെരുപ്പ് കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ സക്സസ് ആവുമോ? സക്സസ് ആവാൻ വേണ്ടി വലിയ ചാൻസ് ഇല്ല. പക്ഷെ മറ്റൊരാൾ വന്ന് പറഞ്ഞു എന്താ അറിയോ, രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഇവിടെ തന്നെ തെളിയിക്കുക. അതായത് അവിടെ പറഞ്ഞത് ഇവിടെ ആരും ചെരുപ്പ് ഇടലില്ല, നമ്മളെ ചെരുപ്പ് കമ്പനി ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ സക്സസ് ആവും എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞ അവര് ഇപ്പൊ അർജുൻ സാറെ പോലെയുള്ള ഒരാൾക്കാരാണ് ഈ രീതിയിലേക്ക് പറയുന്നതെങ്കിൽ, അർജുൻ സാർ അത്തരത്തിലൊരാൾ വന്ന് പറഞ്ഞതാണ്, സാറേ ഇവിടെ നമുക്ക് കമ്പനി തുടങ്ങാൻ, ഇവിടെ നമുക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് ഇവിടെ ആർക്കും ചെരുപ്പില്ല, നമ്മളെ കൊണ്ട് ചെരുപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. രണ്ട് രീതി ചിന്തിക്കാം. ചെരുപ്പില്ല എന്ന് പറഞ്ഞിട്ട് കമ്പനീനെ വേണ്ടി ഉപേക്ഷിക്കുക, അല്ലെ ഇവിടെ ആരും ചെരുപ്പ് ഇതുവരെ ഇട്ട് തുടങ്ങിയില്ല, നമ്മളെ കൊണ്ട് ഈ കമ്പനി വന്നതിന് ശേഷം ഇവരെ കൊണ്ടെല്ലാം ചെരുപ്പ് ഇടിക്കാലോ എന്ന രീതിയിലേക്ക് ബിസിനസ് പിടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളെ ചിന്താഗതി ഏത് രീതിയിലേക്കാണോ പോകുന്നത് ആ രീതി പോലെ ഇരിക്കും നിങ്ങൾ അവിടുത്തെ ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല, നിങ്ങൾ ഒരു ഇത് പറഞ്ഞില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടില്ല എന്നോ പറ്റില്ല എന്നൊരു 15 മുതൽ 21 തവണ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് നടക്കില്ല, ഗ്യാരണ്ടി കേട്ടോ. എന്താണോ നിങ്ങൾ അതിന് വേണ്ടിയുള്ള ഹോർമോൺസ് കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പല ഇതിനകത്തേക്ക് പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് ഇതിനകത്ത് ഹിപ്നോട്ടിസം ബേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെന്റലിസം ഇതിനകത്ത് ഹിപ്നോട്ടിസം ബേസിൽ കൗൺസിലിംഗ് ഇത് ഷോസ് ഒക്കെ ചെയ്യുന്നതാണ്. നിയറസ്റ്റ് പോലെ തന്നെ ഇപ്പൊ NSS ക്യാമ്പിൽ വേണ്ടിയിട്ട് 31-ാം തീയതി ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ടീച്ചേഴ്സ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ടാകുമ്പോൾ ഞങ്ങൾ ഒരാൾ ഉറക്കി കിടത്തിയിട്ട് അറിയോ, ഞങ്ങൾ പല ഇതിനകത്തും കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അതിന്റെ പറയാനുള്ള ഉദാഹരണം, അവരെ ജസ്റ്റ് സ്ലീപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ അവരോടൊക്കെ പറയുന്നത്, നിങ്ങളെ കൊണ്ട് എനിക്ക് കയ്യും കാലുകളും ചലിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അത് ഞാൻ ആവർത്തിച്ച് പറയും കേട്ടോ, അത് എന്റെ കണ്ടവർക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കും. ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് അവരെ ഉറക്കത്തിലേക്ക് ഇട്ടതിന് ശേഷം അവരെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അവർ ബ്രെയിൻ ഇതാ സ്വീകരിക്കുന്നത്, ഇവനെ കൊണ്ടൊന്നും പറ്റില്ല, ഇവനെ കൊണ്ടൊന്നും പറ്റില്ല, ഇവനെ കൊണ്ടൊന്നും പറ്റില്ല, പറ്റില്ല 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവരെ കൊണ്ട് കൈയും കാലും ചലിപ്പിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നെ അവർ എഴുന്നേറ്റ് നിന്നെടുക്കുന്നത് മുന്നോട്ടേക്ക് പോകാനാവില്ല, വേക്കോട്ട് പോകാൻ. ഞാൻ അവരെ പിടിച്ച് ഒട്ടിച്ച് വെച്ചിട്ടോ പിടിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാനവിടെ സജഷൻ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ട് സജഷൻ കേൾക്കുന്ന സമയത്ത് അവരെ കൈകളും കാലുകളും ചലിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയേ ഉള്ളൂ നമ്മളെ പല കാര്യങ്ങൾക്കും നമ്മളെ തടസ്സങ്ങള്. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇത് എന്നെ കൊണ്ട് ആകുന്ന ബിസിനസ് അല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് പറ്റില്ല കേട്ടോ. ജീവിത അവസാനം വരെ ഇത് എന്നല്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് ഇല്ലായ്മകൾ പറയുന്നത്, അത് ഉണ്ടാവില്ല. അതേ സമയത്ത് ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് ഒരു 10 പ്രാവശ്യം അതിനെ കൊണ്ട് പറ്റും, ഞാൻ അതിന് ശേഷം പറയുന്നവരെ ഒന്നും കൂടി ഇതാക്കി നിങ്ങൾക്ക് കണ്ട് എനിക്ക് കയ്യും കാലും ചലിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഞാൻ ഒറ്റൊരു വാക്കിലേ പറയുന്നുള്ളൂ. ആ വാക്ക് പറയുന്ന സമയത്തേക്ക് തന്നെ അവർക്ക് വീണ്ടും നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ചലിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താ, ഞാൻ അവരെ വേറെ ഒന്നും അവരെ ശരീരമായിട്ടൊന്നും ചെയ്തില്ല, സജഷൻ മാത്രമേ കൊടുക്കുള്ളൂ. ഈ സജഷൻ എന്താണ്, അവർ ബ്രെയിനാണ് സ്വീകരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നെർവ്സുകൾ, ഹോർമോൺസുകൾ, മറ്റെന്തെങ്കിലും തരത്തിൽ ഇതാണെങ്കിൽ അവർ കൈ കാലം കെട്ടിവെച്ചിട്ടാന്ന് പറയാം. ഞാൻ അവിടെ ബോഡിയായിട്ട് വലിയ ടച്ചിങ്ങോ കാര്യങ്ങളോ ഇല്ല, ജസ്റ്റ് സജഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ സജഷനിലാണ് അവർ മൊത്തത്തിൽ വീക്കായി പോകുന്നത്. അപ്പൊ നിങ്ങൾ സജഷന് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് എത്രത്തോളം പവർ ഉണ്ട്. ഈ മെന്റലിസം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മാജിക് ബേസിന്റെ അകത്ത് ഒരു ട്രിക്സും കാര്യങ്ങളാണ്. ഹിപ്നോട്ടിസം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം കേട്ടോ. മാജിക്കോ അല്ലെങ്കിൽ മെന്റലിസം ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഈ ഹിപ്നോട്ടിസത്തിലാണ് നമ്മൾ സജഷൻ കൊടുത്തിട്ട് അവരെ മൊത്തത്തിൽ മാറ്റുന്നത്. നിങ്ങൾ ചില ആൾക്കാർ പറഞ്ഞു കണ്ണിന്റെ മുന്നിലേക്ക് കൂടി കാണുന്ന സത്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, നമ്മൾ പല ആൾക്കാരും ഈ ഉറക്കി കെട്ടിയതിനു ശേഷം പറയാനില്ല, നിങ്ങളെ മുന്നിൽ കാണുന്ന ആൾക്കാർ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മരിച്ചുപോയ ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒരു നടനെ കാണാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത്, പിന്നെ അവർ ഉണർന്നിട്ട് നമ്മൾ കാണുന്നത് ഈ രീതിയിലേക്കാണ്. അപ്പൊ നിങ്ങളെ കണ്ണിന്റെ അകത്ത് വരെ അതിന് വേണ്ട ഹോർമോൺസ് ഞാനുമ്പോൾ മൊത്തത്തിൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഞാൻ എന്താണോ സജഷൻ കൊടുത്തത്, മോഹൻലാലിനെ കാണാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ട് അവരെ കാണുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ അവരിലേക്ക് കൂടുതൽ സജഷൻ മുഖാന്തരമാണ് അവർ പിന്നെ കാണുന്നത്. അപ്പൊ സജഷന് വലിയ ഇതുണ്ട്. നിങ്ങളെ വാക്കിൻ്റെന്ന് അല്ലെങ്കിൽ നിങ്ങളെ നാക്കിൻ്റെന്ന് വീഴുന്ന വാക്ക് കേൾക്കുന്ന പറയുന്നത് നിങ്ങളെ മനസ്സിന് അറിയില്ല അത് തമാശക്ക് പറയുന്നതാണോ, അല്ലെ നിങ്ങളുടെ ബ്രെയിനിന് അറിയില്ല അത് തമാശക്ക് പറയുന്നതാണോ ഇവരെന്നുള്ളത്. അതങ്ങ് സ്വീകരിക്കും അവര്. മെമ്മറി എന്ന് പറയുന്നത് ബ്രെയിൻ എന്ന് പറയുന്നത് അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അതിനെ പിടിച്ച് താഴ്ത്തിയിടാൻ കുറച്ച് വലിയ പ്രയാസം. അപ്പൊ എന്ത് വേണം, നിങ്ങൾ പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് നെഗറ്റീവ് 8:46 വരെ ഓക്കെ, നിങ്ങളൊക്കെ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങൾ പല ആൾക്കാരും
പറയാറുണ്ട്, സാർ ഇന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, എനിക്ക് പുതിയ ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല, എങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്യാന്നുള്ള ഒരു ഐഡിയാസ് കിട്ടുന്നില്ല എന്നൊരു. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഡോക്ടർ മനു സുരേന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷൻ ട്രെയിനർ ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ആർസിഎമ്മിന്റെ മുഖാന്തരം എനിക്ക് കിട്ടിയ ഒരു ട്രെയിനിങ് ആയിരുന്നു. പക്ഷെ നല്ല സംതിങ് 5000 രൂപ ജോയിൻ ചെയ്യാത്ത സമയത്ത് ട്രെയിനിങ്ങിന് പോയിട്ട്, ആർമിയിൽ ജോയിൻ ചെയ്യാത്ത സമയത്ത് 5000 രൂപ കൊടുത്തിട്ട് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ നല്ലൊരു കാര്യമുണ്ട്, അതിനുശേഷം ഞാനും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കിട്ടുന്നില്ല, ഭയങ്കര മൂഡ് സിങ്സ് ആണ്, നമുക്ക് അതിൻ്റെ അകത്തൊരു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ളത്, എനിക്ക് ബിസിനസ്സിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റുന്നില്ല, പുതിയ ഐഡിയാസ് കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ചോളം പല PPT പ്രസന്റേഷൻ ഉണ്ടാക്കുന്ന സമയത്തേക്കും പല കാര്യങ്ങൾ പറയുന്ന സമയത്തേക്കും എനിക്ക് മൂഡ് ഓഫ് ആയുള്ള സമയങ്ങൾ ഞാൻ എന്താ പറയുക, എനിക്ക് ഏറ്റവും എന്താ പറയുക വൃത്തികേടായുള്ള സംഭവങ്ങൾ പോയിട്ട് അങ്ങ് ക്ലീൻ ചെയ്യും. അതായത് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മൂഡ് ഓഫ് ആയി കിട്ടുന്ന സമയത്ത് ഞാൻ ബാത്റൂം പോയിട്ട് ഫുൾ അങ്ങ് കഴുകി ക്ലീൻ ആക്കും. ക്ലീൻ ആക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു ക്ലീൻ ആയിട്ട് അല്ലാത്ത സംഭവങ്ങൾ ഒന്ന് ക്ലീൻ ആയിട്ട് കാണുമ്പോൾ നമുക്ക് വൃത്തിയുള്ള നല്ല പ്രതലം കിട്ടും. വൃത്തിയുള്ള പ്രതലത്തിൽ മാത്രമേ വൃത്തിയുള്ള ചിന്തകൾ ഉദിക്കുള്ളൂ എന്നുള്ളൊരു വലിയൊരു പോയിന്റ് ഉണ്ട്. വൃത്തിയുള്ള പ്രതലത്തിൽ മാത്രമേ വൃത്തിയുള്ള ചിന്തകൾ ഉദിക്കൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയി കിടക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ എന്ത് വേണമോ, നിങ്ങളുടെ റൂം എടുക്കുക, നിങ്ങളുടെ റൂമിന്റെ അകത്ത് പരക്കെ കിടക്കുന്ന കുറെ ഡ്രസ്സുകൾ ഉണ്ടാക്കുക, പരക്കെ നിങ്ങളുടെ അലങ്കോലമായിട്ട് ഒരു ഡിസോർഡർ ആയി കിടക്കുന്ന പല സംഭവങ്ങൾ ഉണ്ടാക്കുക. അതൊക്കെ ഒന്ന് പിടിച്ച് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് അറിയാണ്ട് ഒരു ഹാപ്പി ഹോർമോൺസ് ഇങ്ങോട്ടേക്ക് റിലേറ്റ് ആയിട്ട് വരും. നോക്കിക്കൊടുക്കും, ട്രൈ ചെയ്ത് നോക്കിക്കോ, ഇങ്ങോട്ടേക്ക് ഇതായിട്ട് വരികയും ചെയ്യും. നിങ്ങൾക്ക് പല പല ചിന്തകൾ ആയി എടുത്തു വെക്കുന്ന സമയത്തേക്ക് ഇന്ന ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാന്നുള്ള പല ചിന്തകളും ആ സമയത്തേക്ക് ഉദിക്കും. വലിയൊരു പോയിന്റാണ്. എനിക്ക് പല സമയത്ത് PPT പ്രസന്റേഷൻ ഒന്നും കിട്ടാത്ത സമയത്തേക്ക്, പല പോയിന്റുകളും കിട്ടാത്ത സമയത്തേക്ക് ഞാൻ പോയിട്ട് ഇടയ്ക്ക് ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യും. ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്ത് ഈ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സംഭവം ശരിയാവില്ല എന്നില്ല ചിന്തിക്കും. ആ പോയിന്റ് ആ സമയത്തേക്ക് വന്നിട്ട് എഴുതി വെക്കും. പിന്നെയും പോയിട്ട് അടുത്തടുത്ത പോയിന്റുകൾ പല സംഭവങ്ങളും മുഖാന്തരം കിട്ടും. അപ്പൊ വൃത്തിയുള്ള പ്രദേശത്തിൽ മാത്രമേ വൃത്തിയുള്ള ചിന്തകൾ ഉദിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ. ആ രീതിയിലേക്ക് ഒന്ന് ട്രൈ ചെയ്യുക. മൂഡ് ഫേക്ക് കിടക്കലാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല അറിയുന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിക്കോ. പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് ചേച്ചിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കോട്ടോ. അപ്പൊ പല ആൾക്കാർക്കും അത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയോ, അപ്ലൈൻ ലീഡേഴ്സിനെ കുറച്ചൊന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവാം. കാരണം നിങ്ങൾ ആർട്സ് ആൻഡ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ്. സ്വന്തം അത്രയും അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന അപ്ലൈൻ ലീഡർ അത്ര വലിയ ബന്ധങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ ലീഡേഴ്സിന് നിങ്ങൾ പല രീതിയിലേക്ക് പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവും. പല ആൾക്കാരും ചിന്തിക്കുക, എന്റെ അപ്ലൈൻ ലീഡറെ എന്റെ ബിസിനസ്സിന് തകർച്ചക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ട്. കാരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്രത്തോളം വളരുന്നു അതാണ് നിങ്ങളെ അപ്ലൈൻ ലീഡർ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും തകരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ വളർന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 5000 രൂപ ആയിട്ട് നടക്കുന്ന 10,000 50,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരാ അറിയോ? ഈ അപ്ലൈൻ ലീഡേഴ്സ്. വേറെ ഒരു ടീമിലുണ്ടാവില്ല കേട്ടോ. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് 5000 രൂപയിൽ നിന്ന് 50,000 രൂപയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരുണ്ടാവില്ല. നിങ്ങളുടെ പുറത്തുള്ള ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളെ അപ്ലൈൻ ലീഡേഴ്സാണ്. കാരണം നിങ്ങൾക്ക് 50,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ അപ്ലൈൻ ലീഡേഴ്സിന് അതിന്റെ വളർച്ച ഉണ്ടാവും. അപ്പൊ എന്ത് വേണം, നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം അതിൻ്റെ അകത്ത് പറയുന്ന കുറെ പോയിന്റ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോ, നിങ്ങൾക്ക് ഏറ്റവും അറ്റാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വളർന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ലീഡറാണ് നിങ്ങൾ അപ്ലൈൻ ലീഡർ. കാരണം നിങ്ങൾ മോശം ചെയ്യുന്ന സമയത്ത് കുട്ടികളെ ലാളിക്കാറുണ്ടോ? കുട്ടികളെ മോശം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ ലാളിച്ചിട്ടാണ് വളർത്താറ്? അല്ല, അവളെ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടൊക്കെ അവരെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവും. ഇത്ര മാത്രമേ RCMൽ അപ്ലൈൻ ലീഡേഴ്സ് ചിന്തിക്കുള്ളൂ. അവരെ സ്വന്തം ബന്ധത്തിനൊക്കെ ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ എന്റെ ടീം മെമ്പേഴ്സിന്. സ്വന്തം ഫാമിലി ഒരു പ്രോഗ്രാമിൽ പോകുന്നതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് RCMന്റെ പ്രോഗ്രാമിൽ നിന്ന് പോകുന്നത് എവിടെ ഉണ്ടെങ്കിലും. കാരണം വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് അന്നൊരു പ്രോഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് വൈസ്, ഞാൻ ജില്ല വൈസിലൊന്നും നോക്കില്ല, ഏത് ടീമിന്റെ നോക്കുക, ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ തൃശ്ശൂർ വന്നിട്ടുണ്ട്, പാലക്കാട് വന്നിട്ടുണ്ട്, കാസർഗോഡ് വരും, ഞാൻ കണ്ണൂരാണ്. ഒരുവക എല്ലാ ജില്ലയിലും നടക്കുന്ന പ്രോഗ്രാം പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഹരായിട്ട് മാറി. ഈ ഇഷ്ടം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എങ്ങനെയാ അതൊരു ഒരു ലഹരിയായിട്ട് മാറുന്നു? ലഹരി എങ്ങനെയാ? ഡ്രഗ്സും അതുപോലെ തന്നെ മദ്യത്തിനോടുള്ള ഇതല്ല. നിങ്ങൾക്കൊരു ബിസിനസ്, ഒരു മോട്ടിവേഷൻ ട്രെയിനർ ഒന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങി, അതിപ്പോ RCM ബിസിനസിന്റെ അകത്തേക്കാകാം, അതിനോടുള്ള ഒരു ലഹരി നിങ്ങൾക്ക് എന്ന് തലക്ക് പിടിച്ചോ അന്ന് മുതൽ നിങ്ങൾ എടുത്ത് ഓടാൻ വേണ്ടി തുടങ്ങും. കാരണം അന്ന് മുതൽ നിങ്ങൾ ഉറക്കം കെടും. സംഭവം ഇന്ന് ബിസിനസ് നിങ്ങളെ സമയം നഷ്ടപ്പെട്ട, നിങ്ങൾ കുറെ മുന്നേ RCM ബിസിനസ് വന്നിട്ടുണ്ട്, ആ ചെറിയ ഇതിലേക്ക് പോലുള്ളൂ. അങ്ങോട്ടേക്ക് സീരിയസ് ആയിട്ട് RCM ബിസിനസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുറ്റപ്പെടേണ്ടി, കുറ്റബോധം തീരില്ല, ഭയങ്കര അത്. കാരണം പിന്നെ എനിക്ക് കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. എന്റെ സമയം കളഞ്ഞല്ലോ. ഇത് എങ്ങനെ അറിയാം മനസ്സിലാവുക? നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ആ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത്, അല്ലെങ്കിൽ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രണ്ട് അവിടെ മറ്റേതോ ടീമിലേക്ക് ആൾക്കാരെ അസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ മീറ്റിംഗിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ചിന്തിക്കും, നീ ആരപ്പനം വന്നിയാ? ഞാൻ ഇന്ന ടീമിലേക്ക് നീ RCM ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം അവർ നമ്മളോട് ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യത്തിലാണ് നമ്മളെ കണ്ണങ്ങ് തുറന്നു പോവുക. പിന്നെ എന്ത് ചെയ്യാ,
അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. എൻ്റെ സമയം കളഞ്ഞല്ലോ എന്നുള്ള രീതിയിലേക്ക് പിന്നെ കുറ്റം ചിന്തിക്കും, പിന്നെ ഓടും. അപ്പൊ എന്ത് വേണമല്ലോ, ഇപ്പം നിങ്ങളെ ലിസ്റ്റിലുള്ള നിങ്ങളെ പറയാൻ ആഗ്രഹിച്ച ആൾക്കാർ നിങ്ങളെ ചുറ്റുപാടും ഉണ്ടായേക്കാം. അവരോട് എന്താ പറയുക, നിങ്ങളെ സമയം വൈകിക്കണ്ട, എത്രയും ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് പറയാൻ വേണ്ടി തുടങ്ങുക. ഇനി പല ആൾക്കാരും ഒന്നാം തീയതി ആയിട്ട് നന്നാകാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ഉണ്ടല്ലോ. ന്യൂ ഇയറിന്റെ അകത്തേക്ക് ഇപ്പൊ ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന സമയത്തേക്ക് ഒന്നാം തീയതി രണ്ടാം തീയതി ഭയങ്കര തിരക്കായിരിക്കും. എന്തുകൊണ്ടാ? ജിമ്മിന്റെ അകത്തേക്ക് പുതിയ അഡ്മിഷൻ വരും. എന്നുവെച്ചാൽ ഒന്നാം തീയതി നന്നാകാൻ വേണ്ടി കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പല മാറ്റങ്ങളും കൊണ്ടുവരാൻ. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടിയ നല്ല സമയത്താണ്. കാരണം ഇനി നമുക്ക് ന്യൂ ഇയർ, അധികം വൈകാത്ത ദിവസങ്ങളിലേക്ക് ഒരു 5-6 ദിവസത്തിനുള്ളിൽ നമുക്ക് ന്യൂ ഇയർ ഓൾറെഡി 3-4 ദിവസത്തിനുള്ളിൽ ന്യൂ ഇയർ, പുതുവർഷത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങലാണ്. ബാക്കോട്ട് നിങ്ങൾ ഇതുവരെ വന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കണ്ട, നിങ്ങൾ ബാക്കോട്ട് നിങ്ങൾ നോക്കണ്ട. ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് മാറി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എല്ലാവർക്കും നല്ല വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല കാറ് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ? ആ രീതിയിൽ ചിന്തിക്കുക. നമ്മുടെ നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റിയില്ല, വേറെ ആയിരിക്കും പറ്റുക? ഞാൻ ചോദിച്ചു, ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയത്തേക്ക് എല്ലാവരും ഒരേപോലെ പെട്ടെന്ന് വേറെ എന്തെങ്കിലും നമ്മളെ സിസ്റ്റാറ്റം ഘടിപ്പിച്ചിട്ടാണോ നമ്മൾ ഇങ്ങോട്ടേക്ക് വിടുന്നത്? ഒന്നുമല്ല. എല്ലാവരും അവിടുന്ന് വളർന്നു വരുന്ന ആൾക്കാരാ. ഈ സാധാരണക്കാരനല്ലേ പല ആൾക്കാരും അസാധാരണക്കാരനായി മാറിയിട്ടില്ലേ? ആർട്സ് ആൻഡ് ബിസിനസ് നോക്കണ്ട, നിങ്ങൾ പുറത്തോട്ടേക്ക് നോക്കിക്കോ. ഇന്ന് സക്സസ് ആയില്ല, വലിയ ലക്ഷറി കാർ എടുത്തില്ല ആൾക്കാർ വരെ സമ്പന്നരായിട്ട് വന്നിരുന്നത്. പല ആൾക്കാർ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ലോട്ടറി എടുക്കുന്നുണ്ടാവാനും. ലോട്ടറി അടിച്ചിട്ട് ഇന്നവരെ ചരിത്രത്തിലേക്ക് എന്താ പറയുക, നല്ല ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? അടിച്ച കോടികൾ എവിടെ പോയി എന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവില്ല. കാരണം വീണ്ടും അവർ പണ്ടത്തെ തട്ടുകട നടത്തുന്ന രീതിയിലേക്ക് മാറും. എത്ര കോടികൾ അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇന്നവരെ ലോട്ടറി അടിച്ചിട്ട് പൈസക്കാരനായ ആൾക്കാർ എന്നെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ ഇതിന് കുറുക്കു വഴികളില്ല, ആർസിം ബിസിനസിന് കുറുക്കു വഴികളില്ല. ആർസിമിലേക്ക് വളർന്നിട്ടുള്ള ഓരോ ലീഡേഴ്സും നല്ല എഫേർട്ടോട് കൂടിയിട്ട് വളർന്നിട്ടുള്ള ആൾക്കാർ. അതിപ്പം ബിഗിനർ മുതലാണെങ്കിൽ ഡയമണ്ട് വരെയുള്ള ലെവൽ എന്ന് പറയുന്നത് നല്ല എഫേർട്ട് ഇട്ട് വളർന്ന ആൾക്കാരാണ്. പല ആൾക്കാരും പറഞ്ഞു എന്റെ ലീഡേഴ്സ് വലിയ പണിയൊന്നും ഇല്ലല്ലോ, അല്ലെ അവരിപ്പോ അത്ര വലിയ രീതിയിൽ പണിയെടുക്കുന്നൊന്നുമില്ലല്ലോ, കൂടെ ജോയിനിങ് ഒന്നും കൊണ്ടുവരുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവര് മുന്നേ പണിയെടുത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ അടിയിൽ ഇത്രയും PV നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവരാനും പറ്റിയത്? അവര് ആദ്യം പണിയെടുത്തിട്ട് ഇരിക്കുന്ന ആൾക്കാരാ. അവരെ കണ്ടിട്ട് നിങ്ങൾ ഇരിക്കണ്ട. കാരണം നിങ്ങൾ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ വെറുതെ കിടന്നുറങ്ങുന്ന സമയത്ത് അവർ ഒരു പണിയെടുത്തിട്ടുണ്ടായിരുന്നു, ഉറങ്ങാണ്ട് പണിയെടുത്തത് കൊണ്ടാണ് ഇന്ന് അവരവിടെ സുഖസുന്ദരമായിട്ട് പൈസ, അർജുൻ സാറൊക്കെ പറയുന്ന ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്നല്ലേ. അതിന്റെ എഫേർട്ട് 3 ഇരട്ടി 5 ഇരട്ടി 10 ഇരട്ടി എഫേർട്ട് ആദ്യം എടുത്തത് കൊണ്ടാണ് ഇന്ന് അവിടെ വരുമാനം ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വരുമാനം ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെ മറ്റാരും കൊണ്ടുതന്ന വരുമാനം നിങ്ങൾക്ക് ആസ്വദിക്കാൻ വെച്ചാൽ നടക്കാത്ത കാര്യമാണ്. അപ്പൊ കുറച്ചൊന്ന് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം, ഒരു 2 വർഷം. ഇന്ന് 2026 സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം രാത്രി നോബൽ സാറിന്റെ ഒരു ക്ലാസ്സിന്റെ അകത്ത് പറഞ്ഞൊരു കാര്യമാണ്, 2026 അകത്തേക്ക് 10,000 ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകൾ വരും. ഇഷ്ടംപോലെ PUC പിക്കപ്പ് സെന്ററുകൾ വരും. കമ്പനീന്റെ വളർച്ച ഒന്നും കൂടി മാറാൻ വേണ്ടി തയ്യാറാവും. ലക്ഷക്കണക്കിന് ആൾക്കാർ ആർസിഎമ്മിലേക്ക് അസോസിയേറ്റ് ചെയ്യും. ആർസിഎമ്മിന് എന്തായാലും വളർച്ചയുണ്ടാവും. ഇതുവരെയുള്ള ഉൽപ്പന്നത്തിനാണ് ഒരു 10,000 ഉൽപ്പന്നം കൂടി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് മാറ്റല്ലേ വരുക? അപ്പൊ ഈ മാറ്റം നമ്മുടെ ടീമിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാ? അപ്പൊ ഒരു സെയിൽസ് റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർ റീറ്റെയിൽ ചെയ്യണം കേട്ടോ. റീറ്റെയിൽ ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ വരുമാനത്തിന് വേണ്ടി റീറ്റെയിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി റീറ്റെയിൽ ചെയ്യേണ്ട. റീറ്റെയിൽ എന്ന് പറയുന്നത് ഞാൻ എന്റെ ടീമിനോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ റീറ്റെയിൽ ചെയ്യും മാക്സിമം. റീറ്റെയിൽ എന്ന് പറയുന്നത് നിങ്ങളെ ഉള്ളിൽ ഉണ്ടെന്ന ഒരു ചമ്മലുണ്ട്, ഈഗോ, അത് കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ സെയിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവരും ഭയങ്കര മിങ്കിൾ ആവാൻ വേണ്ടി പറ്റും, ഏറ്റവും സംസാരിക്കാൻ വേണ്ടി പറ്റും, ഒരാൾ എങ്ങനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം, അവരോട് എന്ത് സംസാരിക്കണം, ഇതൊക്കെ നമുക്ക് റീറ്റെയിലിനകത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്, നിങ്ങൾക്ക് PV ചെറിയ PV ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ കുഴപ്പമില്ല. പക്ഷെങ്കിൽ കൂടുതൽ ബന്ധങ്ങൾ, കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ റീറ്റെയിൽ എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാർ ഇന്ന ആൾക്കാരിലേക്ക് നമുക്ക് ആർക്കും ഐഡിയ കൊടുത്തുകൂടെ? നിങ്ങൾ പുറത്തിറങ്ങാണ്ട് ഈ റീറ്റെയിൽ, ഞാൻ ചോദിക്കട്ടെ, പല ആൾക്കാരും പറഞ്ഞു സെയിൽസ് ചെയ്യണ്ടേ. എന്നിട്ട് സെയിൽസ് ചെയ്യാണ്ട് ഏതെങ്കിലും ബിസിനസ് മുന്നോട്ടേക്ക് പോവോ? സെയിൽസ് ഏറ്റവും വലിയൊരു ഘടകമാണ്. പക്ഷെ ഇതിനകത്ത് സെയിൽസ് ചെയ്ത് നമുക്ക് കൂടുതൽ ബന്ധങ്ങൾ കിട്ടും. നാളെ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളെ അത് പൂട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടായിരുന്നു, നമുക്ക് ആടെ എക്സ്ട്രാ ഒരു ഇൻകം വരാത്തൊരു കാര്യമാണ് ഇത്. നാളെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ 7 തലമുറക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഹലോ. അപ്പൊ ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി തയ്യാറായി. ഇതുവരെ എന്നെ കേട്ട് നിന്നിട്ടുണ്ട്. രാവിലത്തെ തണുപ്പിനും രാവിലെ ചായ ആക്കേണ്ട തിരക്കിനും ഒക്കെ പല ലേഡീസ് അമ്മമാരും ഒക്കെ ഇതിനകത്ത് കേട്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇതുവരെ കേൾക്കാൻ ഇരുന്നത്. പക്ഷെ കേട്ടതിനെ കൊണ്ട് മാത്രം കാര്യമുണ്ടോ? കേട്ടതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു മാറ്റം ഒരു തീരുമാനം നിങ്ങൾക്ക് എന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നോ, അന്ന് മുതൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ. ഒന്നുമില്ലാത്തൊരു സീറോ എന്ന് പറഞ്ഞൊരു ഫാമിലി എൻ്റെ ഇത്. സീറോന്ന് ബാക്കോട്ട് എനിക്കൊരു പേടിയില്ല. കാരണം എന്നാ, കൂടുതൽ ഉണ്ടാക്കിയതിന് ശേഷം ഒന്നുമല്ലല്ലോ വന്നത്. ബാക്കോട്ടേക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ സീറോ എന്ന് പറഞ്ഞൊരു ഫാമിലി, ഒന്നും ഇല്ലാതെ വന്ന ഫാമിലി. ഒരു വണ്ടി പോലും എന്റെ വീട്ടിലില്ലായിരുന്നു. ആർസിം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി പോലും എന്റെ വീട്ടിലില്ലായിരുന്നു. പക്ഷെ ആർസിം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി എടുത്തിട്ട് ബിസിനസ് തുടങ്ങി. പല സമയത്തും വഴിക്കൊക്കെ മുട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ സ്കൂട്ടി.
പക്ഷെ എങ്കിൽ ഈ സ്കൂട്ടി അവിടെ വെച്ചുകൊണ്ട് തന്നെ പിന്നെ ഓരോ ലെവലുകൾ മാറുന്നതിനനുസരിച്ച് വെസ്റ്റ് ഒരു സ്കൂട്ടിയും കൂടി എടുത്തു, പുതിയ സ്കൂട്ടി തന്നെ പർച്ചേസ് ചെയ്തു. ആ സ്കൂട്ടി മതിയായിരുന്നു വരില്ല, കാർ എടുത്ത് പോകണം തോന്നി, ഒരു സ്വന്തമായിട്ട് ഒരു കാർ എടുത്തു. ആ കാറും മതിയല്ലോ തോന്നി, കാരണം കാറും രണ്ട് വഴിക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ എക്സ്ട്രാ എന്റെ ഡ്രീം പ്രകാരം ഒരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ബൈക്ക് എടുത്തു. അതിനുശേഷം നിയറസ്റ്റ് ഇപ്പൊ അടുത്തായിട്ട് വേറൊരു ബൈക്കും കൂടി, ഒരു സ്പ്ലെൻഡർ എന്നിട്ടുള്ള ഒരു ബൈക്കും കൂടി ബ്രദറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഒരു 5 വണ്ടി ഇന്ന് എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്നുണ്ട്, 5 വണ്ടി ഇന്ന് എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. എന്തിന്റെ ഒരാൾക്ക് അവൻ ആർത്തി മറിച്ച് എന്ത് പറ്റും, എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ഇന്നൊക്കെ ഈ പ്രായത്തിന്റെ അകത്തേക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ആർക്കും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്? വീടിനെ പറ്റി പല ആൾക്കാരും എന്റെ വീട്, അവൻ ഇത്രക്കാലം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വരുമാനം കിട്ടുന്നതല്ലേ, അവന്റെ വീട് എന്തായി എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരാണ്. വീട് സാധാരണ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാർപ്പിന്റെ 2 ബെഡ്റൂം ഇതൊക്കെ ഉള്ള ഒരു വീടാണ്, കുഴപ്പമില്ലാത്തൊരു വീടാണ്. പക്ഷെങ്കിൽ ബിസിനസിന്റെ ആൾക്കാരെ വീട് ഇങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. വീട് നോക്കിയിട്ടും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇന്ന് ടെക്നിക്കൽ അച്ചീവർ ആയി, അതിനുശേഷം ഇത്ര ആൾ വീട്ടിലേക്ക് വെച്ചിട്ട് ചെറിയൊരു ആൾക്കാരെ വെച്ചിട്ട് ഞാൻ മീറ്റിംഗ് നടത്തിയാണെങ്കിൽ ഇന്ന് എന്റെ വീട്ടിലേക്ക് ആൾക്കാരെ കൊള്ളുന്നില്ല, അതുകൊണ്ട് ഞാൻ ഹാളിലേക്ക് മാറ്റി പ്രോഗ്രാം. എന്നിട്ടും മതിയായില്ല, വീട് കണ്ടിട്ട് ചെയ്യാത്ത ആൾക്കാരല്ലേ, ഇനി അങ്ങോട്ട് വീട് മാറ്റിക്കലെന്നിലേക്ക് വീണ്ടും ഇപ്പം സൈഡിലൊക്കെ കുയ്യാട്ടി കയറി പുതിയ വീടിന്റെ അപ്ഡേഷൻ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ മീറ്റിംഗ് ഹാളോട് കൂടിയിട്ട് തന്നെ വീട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വന്നതിന് ശേഷം ഇതൊക്കെ വരുമാനം. അപ്പോ ആർസിഎമ്മിലേക്ക് വരുന്ന ആൾക്കാർ കൂടുതലും സാധാരണക്കാരായിരിക്കും. കാരണം പെട്ടെന്ന് പൈസ കാണിച്ചിട്ട് വരുന്ന ആൾക്കാരല്ല, പൈസ ഇട്ടിട്ട് വരുന്ന ആൾക്കാരല്ല. അങ്ങനത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് കാർ എടുക്കാൻ വേണ്ടി പറ്റി ഇതെടുക്കാൻ വേണ്ടി പറ്റും, കാരണം അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. പക്ഷെ ആർസിഎമ്മിൽ വരുന്ന ആൾക്കാർ പറയും സീറോ എന്ന് വരുന്ന ഇവരുടെ വളർച്ചകളാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വരുന്ന വളർച്ചയും ഉണ്ടായിട്ട് വരുന്ന വളർച്ചയല്ല. കാരണം ഇല്ലായ്മയിൽ നിന്ന് വരുന്ന വളർച്ചേൻ്റെ അകത്തേക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ട് ലോൺ എടുത്തിട്ട് രോഗങ്ങൾക്ക് വേണ്ടി ചെലവാക്കി, ഇതൊരിക്കലും തിരിച്ചു വരുന്ന പൈസയല്ലായിരുന്നു. പക്ഷെ ആ രോഗങ്ങൾക്ക് എടുത്ത കടങ്ങളൊക്കെ ഇന്ന് വീട്ടിയതിന് ശേഷമാണ് ഇന്ന് ആർസിഎം ബിസിനസ് എൻജോയ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ടീം മെമ്പേഴ്സ്, ഇഷ്ടംപോലെ ആൾക്കാരുമായിട്ട് എന്താ പറയുക, നല്ല മിങ്കിൾ ആവാൻ വേണ്ടി പറ്റി, നല്ല കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി ഇട്ടാവട്ടത്ത് ചുറ്റിക്കിടക്കുന്ന ഞാനായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എൻജോയ് ചെയ്ത് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരം കിട്ടിയത് ഇന്ന് ആർസിഎമ്മിലേക്ക് വന്നതിന് ശേഷമാണ്. നിങ്ങളെ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യും. ജോലി ഉണ്ടോ, ഓക്കെ, നിങ്ങൾക്ക് ജോലിക്ക് ഫ്രീഡം കിട്ടുന്നുണ്ടോ, 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ജോലിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് വിട്ടിട്ട് പുറം ലോകം കാണും, പുറത്തുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുന്നു കാണും. ഞാൻ പറയുന്നത് വലിയ റിച്ച് ആയിട്ട് വലിയ വലിയ മാളിലൊക്കെ പലർക്കും കയറാൻ മടിയാ, അവിടെ പോയി വലിയ വിഷയ സാധനം ആയിരിക്കില്ല എന്നില്ല. വലിയ വലിയ മാളിലൊക്കെ കയറിയെങ്കിൽ മാത്രമേ ഇതൊക്കെ എന്നെ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ഡ്രീം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല നിങ്ങൾ താഴോട്ടേക്ക് മാത്രം ചിന്തിക്കില്ല, നിങ്ങളൊന്ന് മുകളിലോട്ടേക്ക് ചിന്തിച്ചു നോക്കി. എല്ലാരും ഇന്ന് സാധാരണക്കാരുടെ ഒരു ചിന്താഗതി നമ്മള് താഴോട്ടേക്കാ. പിന്നെ എന്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു ഇരുന്നിട്ട് കാലം കിട്ടും നോക്കെ. ഞാനും അമ്മയും കൂടി ഭയങ്കര ഡ്രീമൊക്കെ പറയും, വലിയ വലിയ വീടെടുക്കണം, കാർ എടുക്കണം, ഇതാക്കണം എന്നുള്ള പറ്റി. അച്ഛൻ പറയും ഇരുന്നിട്ട് കാലം കിട്ടും, അച്ഛന്റെ കുറച്ച് താഴ്ന്ന ചിന്താഗതിയായിരുന്നു. പക്ഷെ ഞാനും അമ്മയും ഭയങ്കര എനർജിയിലേക്ക് പറയും അതൊന്നുമല്ല, അതൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിന്റെ അതൊക്കെ ഇനി ഇങ്ങോട്ടേക്ക് മാറാൻ വേണ്ടി പോകാം. അച്ഛനും ഒപ്പം ചേർന്ന് അച്ഛനെയും നമ്മൾ മാറ്റിയെടുത്തു. ഇപ്പൊ ഉയർന്ന ചിന്താഗതിയിലേക്ക് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ വളർച്ചയുണ്ട്. നിങ്ങൾ താഴോട്ടേക്കുള്ള ചിന്താഗതി എന്ന് സ്റ്റോപ്പ് ചെയ്യുമോ അന്നേ നിങ്ങൾക്ക് വളർച്ചയുണ്ടാവും. നിങ്ങൾ മുകളിലോട്ട് ചിന്തിക്കുക. നമ്മളിപ്പോ എല്ലാം നേടിയെടുത്തതിന് ശേഷം അല്ലല്ലോ നമ്മള് സ്വപ്നം കാണുന്നത്. സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് പഠിക്കണം. നമ്മുടെ ഗിരീഷ് സാറിന്റെ ഒരു സെക്ഷനാണ്, അത് ഞാൻ എടുക്കുന്നില്ല. സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് പഠിക്കും. സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റൂ. ഒന്ന് കണ്ടു നോക്കേ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡ്രീമുകൾ, ഗോളുകൾ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പല വിഷൻ ഉണ്ടാവും, പല കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നല്ലൊരു വീട് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലാണ് അത് കാണുന്നത്. അല്ലാണ്ട് നമ്മളൊരു എഞ്ചിനീയറെ വിളിച്ച് ഡയറക്റ്റ് കുറ്റിയടിക്കുക അങ്ങനത്തെ സംഭവം അല്ല ചെയ്യുന്നത്. മനസ്സിന്റെ ഉള്ളിൽ കണ്ട സ്വപ്നമാണ് നമ്മളൊരു പേപ്പറിലേക്ക് വരച്ച് ചെയ്യുന്നത്, ഒരു എഞ്ചിനീയറെ വിളിച്ച് പേപ്പറിലേക്ക് വരച്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് അത് 3D പിക്ചറായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതിനുശേഷമാണ് നമ്മളെ സ്ഥലത്ത് ഒരു പണിയെടുക്കുന്നുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ആർസിഎമ്മിലേക്ക് നേടണം, പദ്ധതിയിലേക്ക് വളർച്ചകൾ എന്തുവാണെന്ന് അറിയോ, ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്റെ ചുമരിൽ നോക്കി നിറച്ചും പേപ്പേഴ്സാണ്. പല എന്റെ ടീമിലെ അച്ചീവേഴ്സിന് എവിടെ എത്തിക്കണം എന്നുള്ള എല്ലാ സ്റ്റെപ്പുകളും അതിന്റെ എവിടെയുണ്ട്. ഓരോ ഗോൾസിനെ പറ്റിയിട്ടുണ്ട്. ആ ഗോൾസ് എഴുതി വെച്ചതൊക്കെ ഞാൻ അച്ചീവ് ചെയ്യാറുണ്ട്. ഇന്ന ഡേറ്റിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇന്ന ഡേറ്റിനുള്ളിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമേ ഞാൻ പറയാം, ചെയ്തത് മാത്രമേ പറയുള്ളൂ, ചെയ്യുന്നത് മാത്രമേ പറയുള്ളൂ, ചെയ്യാത്തതിനെ പറ്റി ഞാൻ പറയില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് 2026 വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇത് പറ്റുന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. 2026 ഇടക്കോ അല്ലെങ്കിൽ അവസാനം ഒന്നും കൂടി നമുക്ക് തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ മീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് പല മാറ്റങ്ങളും അവിടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉണ്ടാകണം. പല മുഖങ്ങളും ഞാൻ പല മീറ്റിങ്ങുകളിലേക്ക് കാണുന്നതാണ്. പലരും നല്ല ചിരിച്ചുകൊണ്ട് ഭംഗിയായിട്ട് ഇരിക്കുന്ന മുഖങ്ങൾ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ സെക്ഷനിലേക്ക്, മോർണിംഗ് സെഷനിലേക്ക് എത്താൻ വിളിച്ചതിലേക്ക്. 2026 എല്ലാവർക്കും നല്ല നല്ല വിജയാശംസകൾ ഉണ്ടാകട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഇനിയുള്ള നമ്മളുള്ള ദിവസങ്ങളും മാക്സിമം ഒന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത അച്ചീവ്മെന്റുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് അർജുൻ സാർ. എല്ലാ ലീഡേഴ്സിനോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആകാശ്. സത്യം പറഞ്ഞാൽ സ്പീച്ച്ലെസ് എന്ന് പറയാം. ഞാൻ